Good evening, children. Good evening. Ju, Arati, Atira, Shada, Nandana, Jishna, Abhinav, Anugraha, Swati Krishna, Abhishek, Vijusha, Anila. Very good evening, children, and a warm welcome to another chemistry class. മക്കളെ ഓഡിയോ വീഡിയോ എല്ലാം പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കുന്നു. Hope everything is okay and you are ready. And can we start? Nandagopal, Aaron, Sri Shakti. I hope all are happy and doing good. Can we start the class? Ready? Gauri Shivakumar. നമുക്ക് തുടങ്ങാടാ. വർഷ, ഗുഡ് ഈവനിങ്. ഭവ്യ, വിസ്മയ, അർജുൻ കൃഷ്ണ. തുടങ്ങാം. എല്ലാം പെർഫെക്റ്റ് ആണല്ലോ അല്ലേ? യെസ് യെസ്. Is it this the topic we need to start with? അല്ലേ? Second law of thermodynamics ഇതല്ലേ? Ananya, good evening. Yes, okay. So, have a quick review onto the topic that we have already completed. ഒന്ന് എല്ലാവരും ഒന്ന് ഓടിച്ചു നോക്കാം. യെസ്, എല്ലാവരും ഒന്ന് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഓടിച്ചു നോക്കാം. And then we can continue with the current new topic. We started from the fundamental terminologies in thermodynamics. System, types of system, surroundings, exothermic, endothermic, extensive properties, intensive properties. അല്ലേ? ആ കുറേ ടെർമിനോളജീസ് എല്ലാം നമ്മൾ പറയേണ്ടായി. ടൈപ്സ് ഓഫ് തെർമോഡൈനമിക് പ്രോസസ്സുകൾ പറഞ്ഞു അല്ലേ? അതായിരുന്നു ഒരു മെയിൻ ഡിസ്കഷൻ. Hope you remember reversible, irreversible process, isothermal, adiabatic, isobaric, isochoric ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് അല്ലേ? പിന്നെ നമ്മൾ എൻ്റർ ചെയ്തത് ഇന്റേണൽ എനർജി എന്നൊരു കോൺസെപ്റ്റിലേക്കാണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ്, ഇന്റേണൽ എനർജി, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെന്താ, എന്താ പറയുക, സ്റ്റേറ്റ് വേരിയബിൾസ്, പാത്ത് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്, പാത്ത് ഡിപ്പെൻഡന്റ് വേരിയബിൾസ്, അതിനെക്കുറിച്ച് ഹീറ്റ്, വർക്ക് ഡൺ, അതിൻ്റെ സൈൻ കൺവെൻഷൻ, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ എൻതാൽപ്പിയെ കുറിച്ചായിരുന്നു ഡിസ്കഷൻ. എൻതാൽപ്പിയുടെ കുറേ ഫോർമാറ്റും അതിൻ്റെ അപ്ലിക്കേഷൻസും, വേരിയസ് എൻതാൽപ്പി ടേംസ്. ഹോപ്പ് യു റിമെമ്പർ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ, എൻതാൽപ്പി ഓഫ് ഫേസ് ട്രാൻസിഷൻസ്, എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ, അങ്ങനെ കുറേ എൻതാൽപ്പി ടേംസ് ഡിസ്കസ് ചെയ്തു. പിന്നെന്താ, ഹെസ്സസ് ലോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഹെസ്സസ് ലോ, പിന്നെ ഹെസ്സസ് ലോയുടെ അപ്ലിക്കേഷനായിട്ട് ബോൺ ഹേബർ സൈക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരു എക്സാമ്പിളൊക്കെ എടുത്ത് ചെയ്തത് ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. NaCl മറ്റോ എക്സാമ്പിൾ എടുത്ത് ചെയ്ത്. പിന്നെ ഒരു 3 കേസ് ഇക്വേഷൻസ് നമ്മൾ എഴുതി വെക്കുകയുണ്ടായി. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കാണാനുള്ള 3 ഇക്വേഷൻ. ഹോപ്പ് യു റിമെമ്പർ. സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്ട്സ് മൈനസ് റിയാക്ടൻസ് എന്നൊരു ഫോർമുല, സം ഓഫ് എൻതാൽപ്പീസ് ഓഫ് കമ്പസ്റ്റൻ ഓഫ് റിയാക്ടൻസ് മൈനസ് പ്രോഡക്ട്സ് എന്ന് പറയുന്ന ഒരു ഫോർമുല, സം ഓഫ് ബോണ്ട് എൻതാൽപ്പീസ് ഓഫ് റിയാക്ടൻസ് ആൻഡ് മൈനസ് പ്രോഡക്ട്സ് എന്ന് പറയുന്ന ഒരു ഫോർമുല. 3 ഫോർമുല അത് പറഞ്ഞുണ്ടായി. അവിടം വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി നമ്മൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനമിക്സിന്റെ ഒരു ടേമിലേക്ക് കടക്കുകയാണ്. യെസ്, നിഖില രാജൻ, സ്മൃതി ലയ, ജിനി, ഗുഡ് ഈവനിങ്. യെസ്, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനമിക്സ്. അതുപോലെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 2 ടേംസ് ഉണ്ട്. വാട്ട് ഈസ് മെന്റ് ബൈ എൻട്രോപ്പി? എൻട്രോപ്പി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് വേരിയബിൾ, ചേഞ്ച് ഇൻ എൻട്രോപ്പി ഡെൽറ്റ എസ്, അത് പഠിക്കണം. അതൊക്കെ ഇതിൻ്റെ ഒപ്പം വരുന്നതാണ് കേട്ടോ. പിന്നെ വരുന്നത് സ്പോണ്ടേനിയസ്, നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. സ്പോണ്ടേനിയസ് ആൻഡ് non-spontaneous reaction.
spontaneous reaction and non-spontaneous reaction. ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് along with the second law of thermodynamics, right? സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന് വ്യത്യസ്തമായിട്ടുള്ള കുറേ സ്റ്റേറ്റ്മെന്റുകളുണ്ട്. അപ്പം നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് ഒന്നും വലിയ പ്രാധാന്യമില്ല. കോൺസെപ്റ്റ് എന്താണ് എന്ന് മനസ്സിലാക്കലാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എന്താണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ ഉദ്ദേശിക്കുന്നത്? സത്യം പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന ഒരു ബേസിക് ഐഡിയ ആണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പോൾ ഈ ലോയിൽ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. സപ്പോസ് യു ഹാവ് എ ഹോട്ട് ബോഡി which is in contact with a cold body. ഒരു ഹോട്ട് ബോഡിയും ഒരു കോൾഡ് ബോഡിയും ഇൻ കോണ്ടാക്റ്റിൽ ഉണ്ട് എങ്കിൽ എന്താണ് നാച്ചുറൽ ആയിട്ട് സംഭവിക്കുക, എന്താണ് സ്പോണ്ടേനിയസ് ആയിട്ട് സംഭവിക്കുക, എന്താണ് നോൺ സ്പോണ്ടേനിയസ് ആയിട്ട് സംഭവിക്കുക? നമുക്ക് ആദ്യം സ്പോണ്ടേനിയസ് നോൺ സ്പോണ്ടേനിയസ് എന്ന് വെച്ചാൽ എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കാം. എന്നിട്ട് ഈ ലോയുടെ ഐഡിയയിലേക്ക് വരാം. അഞ്ജലി, ഗുഡ് ഈവനിങ്. വാട്ട് ഈസ് മെൻ ബൈ എ സ്പോണ്ടേനിയസ് പ്രോസസ്? എന്താണ് സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് വെച്ചാൽ? സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് വെച്ചാൽ എ പ്രോസസ്, റൈറ്റ് ഡൗൺ, എ പ്രോസസ് which has a natural tendency to occur. A process which has a natural tendency to occur with or without initiation. ഇനീസിയേഷൻ എന്ന് വെച്ചാൽ തുടങ്ങി കൊടുക്കുക. ഒരു ഇനീസിയേഷന്റെ സഹായത്തോടു കൂടിയോ അല്ലാതെയോ സ്വന്തമായിട്ട് നടക്കാൻ കഴിവുള്ള റിയാക്ഷൻസിനെ സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറയും. എ പ്രോസസ് വിച്ച് ഹാസ് എ നാച്ചുറൽ ടെൻഡൻസി ടു ഒക്കർ വിത്ത് ഓർ വിത്തൗട്ട് ഇനീസിയേഷൻ. ഇനീസിയേഷൻ എന്ന് വെച്ചാൽ ഒന്ന് തുടങ്ങി കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു പേപ്പർ കഷ്ണം കത്തുന്നു. ഒരു പേപ്പർ കത്തുന്നത് സ്പോണ്ടേനിയസ് ആണ്, പക്ഷെ നമ്മൾ കത്തിച്ചു കൊടുക്കണം. നമ്മൾ അതിനൊരു ഇഗ്നിഷൻ പോയിന്റ് ഉണ്ട്, ബേൺ ചെയ്യണം. ഇപ്പോൾ ബ്യൂട്ടൈൻ ഗ്യാസ്, LPG ഗ്യാസ് കത്തുന്നു, അത് സ്പോണ്ടേനിയസ് ആണ്, പക്ഷെ നമ്മളൊരു സ്പാർക്ക് കൊടുക്കണം. മനസ്സിലായില്ലേ? അതിന് പറയുന്ന പേരാണ് ഇനീസിയേഷൻ, ഇനീഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ഇനീസിയേഷന്റെ സഹായത്തോടു കൂടിയോ അല്ലാതെയോ സെൽഫായിട്ട് നടക്കുന്ന റിയാക്ഷൻസിനെ സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറയുന്നു. ബേണിംഗ് ഓഫ് ഫ്യൂവൽസ് സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്. ബേണിംഗ് ഓഫ് ഫ്യൂവൽസ് സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്. Then what is non-spontaneous? What is non-spontaneous? Non-spontaneous എന്ന് വെച്ചാൽ ഇങ്ങനെ അല്ലാത്തത്. Non-spontaneous means ഇങ്ങനെ അല്ലാത്തത്. That is non-spontaneous. എങ്ങനെ മനസ്സിലാക്കാം? Non-spontaneous, a process which does not have a natural tendency to occur. A process which does not occur naturally. Which does not occur naturally. അതിനെയാണ് നോൺ സ്പോണ്ടേനിയസ് എന്ന് പറയാം. നോൺ സ്പോണ്ടേനിയസ്. ഇപ്പോൾ നാച്ചുറൽ ആയിട്ട് നടക്കുന്ന റിയാക്ഷൻസിനെ സ്പോണ്ടേനിയസ് എന്ന് പറയും. അർജു, ആറ്റം ബോംബ് ബ്ലാസ്റ്റിംഗ് ഒരു സ്പോണ്ടേനിയസ് പ്രോസസ് അല്ലേ? എന്താ സംശയം? 100%. ഒരു പടക്കം പൊട്ടുന്നത് സ്പോണ്ടേനിയസ് ആണ്. ഒരു ബോംബ് പൊട്ടുന്നത് സ്പോണ്ടേനിയസ് ആണ്. മലയുടെ മുകളിൽ നിന്ന് വെള്ളം താഴത്തേക്ക് വരുന്നത് സ്പോണ്ടേനിയസ് ആണ്. വീട്ടില് ടാങ്കിന്റെ മുകളിൽ നിന്ന് വെള്ളം താഴത്തേക്ക് പൈപ്പിലൂടെ വരുന്നത് സ്പോണ്ടേനിയസ് ആണ്. പക്ഷെ കിണറ്റിൽ നിന്ന് വെള്ളം ടാങ്കിലേക്ക് പോകുന്നത് നോൺ സ്പോണ്ടേനിയസ് ആണ്. ടാങ്കിൽ നിന്ന് ഒരു പൈപ്പിട്ട്, ടെറസിൽ ടാങ്കിൽ നിന്ന് ഒരു പൈപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം താഴത്തേക്ക് വരും. വാട്ടർ ക്യാൻ ഫ്ലോ ഫ്രം എ ഹയർ ലെവൽ ടു ലോവർ ലെവൽ. അതേസമയം
കിണറ്റിൽ നിന്ന് ഒരു പൈപ്പ് മുകളിൽ ടാങ്കിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കിണറ്റിൽ നിന്ന് വെള്ളം തനിയെ ടാങ്കിലേക്ക് പോകുമോ? പോകില്ല. അതിനെയാണ് നോൺ സ്പോണ്ടേനിയസ് എന്ന് പറയുന്നത്. അപ്പോൾ വീട്ടിൽ ടെറസിൽ വെച്ചിരിക്കുന്ന ടാങ്കിൽ നിന്ന് വെള്ളം താഴത്തേക്ക് വരുന്നത് സ്പോണ്ടേനിയസ്. കിണറ്റിൽ നിന്ന് നമ്മൾ വെള്ളം പമ്പ് ചെയ്ത് മുകളിലേക്ക് പോകണം, അല്ലാണ്ട് വെറുതെ ഒരു പൈപ്പ് ഇട്ട് കൊടുത്താൽ മുകളിലേക്ക് പോകില്ല. ദാറ്റ് ഈസ് നോൺ സ്പോണ്ടേനിയസ്. മനസ്സിലാക്കുക. ഒരു ഐസ് കഷ്ണം, ഒരു ഐസ് ബ്ലോക്ക് നമ്മൾ സാധാരണ റൂം ടെമ്പറേച്ചറിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ മെൽറ്റ് ചെയ്യും. കാരണം റൂം ടെമ്പറേച്ചർ ഒരു 20-30 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഐസിന്റെ മെൽറ്റിംഗ് പോയിന്റ് 0 ഡിഗ്രിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ഐസ് ബ്ലോക്ക് നമ്മൾ സാധാരണ റൂം കണ്ടീഷനിൽ കൊണ്ടുവച്ചാൽ ഐസ് തനിയെ മെൽറ്റ് ചെയ്ത് വെള്ളമായിട്ട് പോകും. ദാറ്റ് ഈസ് സ്പോണ്ടേനിയസ്. അവിടെ ഇനീസിയേഷന്റെ ആവശ്യമില്ല. ഉണ്ടോ? ഐസ് ബ്ലോക്ക് നമ്മുടെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് ഓക്കെ ഞാൻ പറഞ്ഞിട്ടേ മെൽറ്റ് ചെയ്യാവൂ, റെഡി 1 2 3 ശരി സ്റ്റാർട്ട് ചെയ്യട്ടെ, ഉണ്ടോ? ഇല്ല. ഐസ് നിങ്ങൾ ഫ്രീസറിൽ നിന്ന് എടുത്തു മാറ്റുന്ന ആ മൊമെന്റില് അത് മെൽറ്റ് ചെയ്ത് തുടങ്ങും. ആൻഡ് ദാറ്റ് ഈസ് എ സ്പോണ്ടേനിയസ് പ്രോസസ് വിച്ച് ഡസ് നോട്ട് റിക്വയർ ഇനീസിയേഷൻ. പക്ഷെ ഒരു കഷ്ണം പേപ്പർ കത്തുന്ന പ്രക്രിയ സ്പോണ്ടേനിയസ് ആണ്. പക്ഷെ നമ്മൾ കത്തിച്ചു കൊടുക്കണം, നമ്മൾ ഇഗ്നൈറ്റ് ചെയ്യണം. LPG കത്തുന്ന പ്രക്രിയ സ്പോണ്ടേനിയസ് ആണ്, പക്ഷേ സ്പാർക്ക് കൊടുക്കണം. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ അല്ലേ? ഒരു കല്ല് മുകളിൽ നിന്ന് ഉരുണ്ട് താഴത്തേക്ക് വീഴുന്നത് സ്പോണ്ടേനിയസ്, തിരിച്ച് പോവില്ല, അത് നോൺ സ്പോണ്ടേനിയസ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ലോപ്പിംഗ് സർഫസ് ഉണ്ടെന്ന് കരുതുക. ആൻഡ് ഇമാജിൻ എ ബോൾ ഈസ് റോളിംഗ് ഡൗൺ. ഇത് സ്പോണ്ടേനിയസ്. ഇവിടെ എത്തിയ ബോള് തിരിച്ച് മുകളിലേക്ക് പോവില്ല. ദാറ്റ് ഈസ് നോൺ സ്പോണ്ടേനിയസ്. ഐ മീൻ നാച്ചുറലി. അപ്പോൾ എന്താണ് സ്പോണ്ടേനിയസ്, എന്താണ് നോൺ സ്പോണ്ടേനിയസ് എന്ന് അറിയുക കൃത്യമായിട്ട്. സ്പോണ്ടേനിയസ് എന്ന് വെച്ചാൽ എനി നാച്ചുറൽ പ്രോസസ് which has a natural tendency to occur with or without initiation. That is spontaneous. നോൺ സ്പോണ്ടേനിയസ് എന്ന് വെച്ചാൽ അങ്ങനെ അല്ലാത്ത റിയാക്ഷൻസ് നോൺ സ്പോണ്ടേനിയസ്. പ്രദീപ്, ഗുഡ് ഈവനിങ്. യെസ്, നൗ കമ്മിങ് ടു അവർ പോയിന്റ് ഓഫ് ഡിസ്കഷൻ ഇൻ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനമിക്സ്. നോക്കൂ, ഒരു ഹോട്ട് ബോഡിയും ഒരു കോൾഡ് ബോഡിയും ഇൻ കോണ്ടാക്ട് ഉണ്ട് എങ്കിൽ can you tell me what will happen spontaneously? ഇവർ രണ്ടുപേരും കോണ്ടാക്റ്റിൽ ഉണ്ട് എങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന പ്രക്രിയ എന്തായിരിക്കും? സയൻസ് പഠിച്ചു തുടങ്ങുന്ന കാലഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എ ഹോട്ട് ബോഡി ഇൻ കോണ്ടാക്ട് വിത്ത് കോൾഡ് ബോഡി. അർജു, കോൾഡ് ബോഡി മെൽറ്റ് ചെയ്യും എന്ന് അതൊന്നും പറയാൻ പറ്റില്ല. കോൾഡ് ബോഡി മെൽറ്റ് ചെയ്യും എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഐസ് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഹലോ, ഞാൻ ഐസ് എന്നൊന്നും പറഞ്ഞില്ല. യെസ് അനില, there will be heat transfer. Exactly, there will be heat transfer. എവിടുന്ന് എങ്ങോട്ടാ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാം? ഹോട്ട് ബോഡിയിൽ നിന്ന് കോൾഡ് ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. There will be transfer of heat from hot body to cold body. And that is second law of thermodynamics. Natural flow of heat will be from a hot body to cold body. അതാണ് second law of thermodynamics. Natural flow of heat, spontaneous flow of heat will be from a hot body to cold body. അപ്പോൾ കോൾഡ് ബോഡിയിൽ നിന്ന് ഹോട്ട് ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുമോ? ചെയ്യില്ല. അൺലെസ് യു ഹാവ് എ എക്സ്റ്റേണൽ ഏജൻസി. ദിസ് ഈസ് കോൾഡ് എക്സ്റ്റേണൽ ഏജൻസി. ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായം കൂടാതെ തണുത്ത വസ്തുവിനെ വീണ്ടും തണുപ്പിക്കാൻ സാധിക്കില്ല. ഒരു തണുത്ത വസ്തുവിനെ വീണ്ടും വീണ്ടും തണുപ്പിക്കണം. നാച്ചുറലി പോസിബിൾ അല്ല, സ്പോണ്ടേനിയസ്ലി പോസിബിൾ അല്ല. പിന്നെയോ ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായത്തോടു കൂടി നമുക്കത് ചെയ്യാം. ഹീറ്റ് കനോട്ട് ബി ട്രാൻസ്ഫേർഡ് ഫ്രം കോൾഡ് ബോഡി ടു ഹോട്ട് ബോഡി
without the aid of an external agency. നമുക്ക് അങ്ങനെയൊക്കെ വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് പറയാം. Heat cannot be transferred from a cold body to hot body without the aid of an external agency. Heat cannot be transferred from a cold body to hot body without the aid of an external agency. കാശിനാഥ്, വെൽക്കം. ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായം കൂടാതെ കോൾഡ് ബോഡിയിൽ നിന്ന് ഹീറ്റ് ഹോട്ട് ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല. എന്ന് വെച്ചാൽ തണുത്ത ഒരു വസ്തുവിനെ വീണ്ടും 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 തണുപ്പിക്കണമെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായം വേണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഐസ് ബ്ലോക്ക് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ അത് മെൽറ്റ് ചെയ്യും. ദാറ്റ് ഇസ് എ നാച്ചുറൽ പ്രോസസ്. ഒരു പാത്രത്തിൽ വെള്ളം ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ അത് ഐസായിട്ട് മാറുമോ? നിങ്ങളുടെ നോർമൽ കണ്ടീഷനിൽ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് വെച്ചാൽ അത് ഐസായിട്ട് മാറുമോ? മാറില്ല. ഐസ് വെള്ളമായിട്ട് മാറും, വെള്ളം ഐസായിട്ട് മാറില്ല. വെള്ളം ഐസായിട്ട് മാറണമെങ്കിൽ നമ്മൾ ആ വെള്ളം ഫ്രിഡ്ജിനകത്ത് കൊണ്ടുവയ്ക്കണം. ഫ്രിഡ്ജിനകത്ത് എവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ പോരാ, ഫ്രീസറിൽ കൊണ്ടുവയ്ക്കണം. ഫ്രീസറിൽ കൊണ്ടുവച്ചാൽ ആ വെള്ളം ഐസായിട്ട് മാറും. അപ്പൊ ഈ ഫ്രിഡ്ജ് എന്താണ്? ഒരു എക്സ്റ്റേണൽ ഏജൻസിയാണ്. ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായം കൂടാതെ തണുത്ത വസ്തുവിനെ വീണ്ടും വീണ്ടും തണുപ്പിക്കാൻ സാധിക്കില്ല. ദാറ്റ് ഈസ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. Is that clear, children? This is spontaneous. ഇതിനെ spontaneous എന്ന് പറയും. And this is non-spontaneous. യെസ്. അപ്പൊ ടെറസിൽ ഇരിക്കുന്ന ടാങ്കിൽ നിന്ന് വെള്ളം താഴത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ വെറുതെ പൈപ്പിട്ട് കൊടുത്താൽ മതി. പക്ഷെ കിണറ്റിന്ന് വെള്ളം ടാങ്കിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്യണം. വ്യത്യാസം അതാണ്. അപ്പോൾ ഒന്ന് സ്പോണ്ടേനിയസ്, മറ്റേത് നോൺ സ്പോണ്ടേനിയസ്. I hope it is pretty clear to all. ഈ ഒരു ആശയം വ്യക്തമാക്കുന്ന ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്. പല രീതികളിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് നൺ ഓഫ് അവർ ബിസിനസ് ടു ഗോ ത്രൂ ദോസ് സ്റ്റേറ്റ്മെന്റ്സ്. അവർ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് കോൺസെപ്റ്റ്. കിട്ടോ? അപ്പോ എന്താണ് സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞു, എന്താണ് നോൺ സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞു, എന്താണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു. ആൻഡ് വി ഹാവ് അനദർ ടേം, second law of thermodynamics introducing another thermodynamic parameter, entropy എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ. that is introduced by second law of thermodynamics. entropy നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. entropy designated by S and change in entropy by delta S. entropy എന്ന് വെച്ചാൽ it is a measure of randomness. It is a measure of randomness of a system. ഒരു സിസ്റ്റത്തിന്റെ റാൻഡംനെസ്സിന്റെ അളവിനെ സൂചിപ്പിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് റാൻഡംനെസ് ഓഫ് എ സിസ്റ്റം, or you can call it as degree of disorder of a system. Degree of disorder of a system.
അതിന് വിളിക്കുന്ന പേരാണ് എൻട്രോപ്പി. Entropy can be understood as degree of disorder of a system, measure of randomness of a system. പറയൂ, ഐസ് മെൽറ്റ് ചെയ്ത് വാട്ടർ ആയിട്ട് മാറുന്നു, എൻട്രോപ്പി കൂടുകയാണോ കുറയുകയാണോ? ഐസ് മെൽറ്റ് ചെയ്ത് വാട്ടർ ആയിട്ട്, ലിക്വിഡ് വാട്ടർ ആയിട്ട് മാറുന്നു, എൻട്രോപ്പി കൂടുകയാണോ കുറയുകയാണോ? ഡിഗ്രി ഓഫ് ഡിസോർഡർ കൂടുകയാണോ കുറയുകയാണോ? ഇൻക്രീസസ്. എന്താ സംശയം? ഇൻക്രീസസ്. സോ വെൻ H2O solid, that is ice, converted to H2O liquid, that is liquid water, converted to H2O gas, for example vapor or steam, this area we can understand entropy increases, because solid liquid ആകുന്ന സമയത്ത് measure of randomness കൂടും അല്ലെ? സോളിഡില് മോളിക്യൂൾസ് കൃത്യമായി ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെയാണോ ലിക്വിഡില്? ഇറ്റ് ഈസ് മൂവിങ് റാൻഡംലി. അതുപോലെയാണോ ഗ്യാസില്? ഇറ്റ് ഈസ് അഗെയിൻ മൂവിങ് റാൻഡംലി. അപ്പോ സോളിഡ് ലിക്വിഡ് ആവുന്ന സമയത്ത്, ലിക്വിഡ് ഗ്യാസ് ആവുന്ന സമയത്ത് എൻട്രോപ്പി കൂടി 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 വരികയാണ്. ബിക്കോസ് എൻട്രോപ്പി ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് റാൻഡംനെസ് ഓഫ് എ സിസ്റ്റം. ഇറ്റ് ഈസ് എ ഡിഗ്രി ഓഫ് ഡിസോർഡർ ഓഫ് എ സിസ്റ്റം. റൈറ്റ്? പറയൂ, CaCO3 solid upon heating you get CaO solid plus CO2 gas. ഈ റിയാക്ഷനിൽ എൻട്രോപ്പി കൂടുകയാണോ കുറയുകയാണോ? ഈ റിയാക്ഷനിൽ എൻട്രോപ്പി കൂടുകയാണോ കുറയുകയാണോ? Let us talk about chemical reactions. Chemical reactions ന്റെ കൂടുകയാണ്. എന്താ സംശയം? Because one solid matter is converted to another solid matter and a gas, the degree of disorder increases. പറയൂ, PCl5 gas converted to PCl3 gas plus Cl2 gas. ഇവിടെ എൻട്രോപ്പി കൂടുകയാണോ കുറയുകയാണോ? PCl5 gas converted to PCl3 gas and Cl2 gas. എൻട്രോപ്പി കൂടുകയാണോ കുറയുകയാണോ? റിമെയിൻസ് സെയിം. ആരതി പറയുന്നു റിമെയിൻസ് സെയിം. അഭിനവ് പറയുന്നു നോ ചേഞ്ച്. ആദിത്യൻ പറയുന്നു ഇൻക്രീസസ്. അനില പറയുന്നു കോൺസ്റ്റന്റ്. മക്കളെ, എൻട്രോപ്പി കൂടുകടാ. ഒരു കോമ്പൗണ്ട് രണ്ട് കോമ്പൗണ്ട് ആയിട്ട് മാറുകയാണ്. ഒരു കോമ്പൗണ്ട് രണ്ട് കോമ്പൗണ്ട് ആയിട്ട് മാറുകയാണ്. ഒരു ഗ്യാസ് രണ്ട് ഗ്യാസ് ആയിട്ട് മാറുകയാണ്. ദാറ്റ് മീൻസ് ഡിഗ്രി ഓഫ് ഡിസോർഡർ ഇൻക്രീസസ്. റിയാക്ഷന് മുൻപ് ഒരു ഗ്യാസേ ഉള്ളൂ, റിയാക്ഷൻ കഴിയുമ്പോൾ രണ്ട് ഗ്യാസ് ആയി. മനസ്സിലായില്ലേ? എൻട്രോപ്പി കൂടുകയാണ് ചെയ്യുന്നത്. ദ ഡിഗ്രി ഓഫ് ഡിസോർഡർ ഇൻക്രീസസ്. നിങ്ങൾ കുറച്ച് വെള്ളം എടുത്തു, അതിൽ കുറച്ച് നാരങ്ങ പിഴിഞ്ഞു, അതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തു, ഒരു ലൈം ജ്യൂസ് ഉണ്ടാക്കി. എൻട്രോപ്പി കൂടുകയാണോ കുറയുകയാണോ ഡ്യൂറിങ് യുവർ ഓപ്പറേഷൻ? ലൈം ജ്യൂസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എൻട്രോപ്പി കൂടുകയാണോ കുറയുകയാണോ? നന്ദഗോപാൽ ഡിക്രീസസ് എന്ന്. നന്ദഗോപാൽ ഡിക്രീസസ് അല്ല, ഡിക്രീസസ് അല്ല, ഇൻക്രീസസ് ആണ്. ഡിക്രീസസ് അല്ല, ഇൻക്രീസസ് ആണ്. കാരണം വെള്ളം പ്യൂർ ആയിരുന്നു, നാരങ്ങയുടെ എസൻസ് പ്യൂർ ആയിരുന്നു, പഞ്ചസാര പ്യൂർ ആയിരുന്നു. ഈ പ്യൂർ ആയിട്ടുള്ള മൂന്നാൾക്കാരെയും കൂടെ മിക്സ് ചെയ്ത് ഒരു മിക്സർ ഉണ്ടാക്കി. ദാറ്റ് മീൻസ് ഡിസോർഡർ ഇൻക്രീസസ്. whenever you prepare a solution, whenever you prepare a mixture, entropy increases. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന നിങ്ങളുടെ സ്റ്റഡി ടേബിള്
എൻട്രോപ്പി കൂടിയാണോ കുറഞ്ഞാണോ ഇരിക്കുന്നത്? ഇപ്പോൾ നിങ്ങളുടെ സ്റ്റഡി ടേബിള് എൻട്രോപ്പി കൂടിയിട്ടാണോ കുറഞ്ഞിട്ടാണോ? അതല്ല ക്ലാസ് കഴിഞ്ഞ് എണീറ്റ് പഠിത്തമൊക്കെ അവസാനിച്ചിട്ട് പോകുന്ന സമയത്ത് എങ്ങനെയായിരിക്കും നിങ്ങളുടെ അവസ്ഥ? ഓരോരുത്തർക്കും ഓരോ ശീലങ്ങളാണ്. ചിലരുടെ സ്റ്റഡി ടേബിൾ കണ്ടു കഴിഞ്ഞാൽ അപാര പഠിത്തമാണെന്ന് തോന്നും കണ്ടാൽ. സത്യം നമുക്കേ അറിയത്തുള്ളൂ. പുസ്തകമൊക്കെ ഇങ്ങനെ വലിച്ചു വാരി പേപ്പറും പേനയും എല്ലാം കൂടെ അങ്ങനെ ഇട്ടുണ്ടാവും. ദാറ്റ് ഈസ് ഓഫ് എ ഹൈ എൻട്രോപ്പി സിസ്റ്റം. ചിലരങ്ങനെയല്ല. എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ പുസ്തകമൊക്കെ അടുക്കി ചിട്ടപ്പെടുത്തി വെച്ച് പെൻസിലും പേനയൊക്കെ എടുത്ത് മാറ്റി വെച്ച് വേസ്റ്റ് പേപ്പറൊക്കെ എടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ട് നീറ്റാക്കി വെക്കും. ചിലരുടെ എപ്പോഴും നീറ്റായിരിക്കും. കാരണം അവിടെ പഠിക്കാറേ ഉണ്ടാവില്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. എന്താണെങ്കിലും ആ സ്റ്റഡി ടേബിള് നീറ്റായിട്ടിരിക്കുന്ന സമയത്ത് ദാറ്റ് ഈസ് മിനിമം എൻട്രോപ്പി. അതിങ്ങനെ വലിച്ചു വാരിയിട്ടിരിക്കുന്ന സമയത്ത് that is maximum entropy. Hope you understand the idea of entropy. Entropy എന്നതിന്റെ ആശയം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. It is the degree of disorder of a system, measure of randomness of a system. Right. ഇതിന്റെ വ്യത്യസ്തമായിട്ടുള്ള പല ചോദ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു കോഴിമുട്ട പുഴുങ്ങുന്ന സമയത്ത് എൻട്രോപ്പി കൂടുകയാണോ? പഴയ ചോദ്യങ്ങളാണ്. ഒരു കോഴിമുട്ട പുഴുങ്ങുന്ന സമയത്ത് ഡ്യൂറിങ് ദ ഹാർഡ് ബോയിലിംഗ് ഓഫ് എൻ എഗ് എൻട്രോപ്പി കൂടുകയാണോ കുറയുകയാണോ എന്നൊരു ചോദ്യമാണ്. വാട്ട് ഹാപ്പൻ ടു ദ എൻട്രോപ്പി ഓഫ് എ സിസ്റ്റം വെൻ ഹാർഡ് ബോയിലിംഗ് ഓഫ് എഗ്? അർജു പറയുന്നു ഡിക്രീസസ്. ആരതി പറയുന്നു ഡിക്രീസസ്. അഭിനവ് ഡിക്രീസസ്. യെസ്. എന്തുകൊണ്ടാണ് ഡിക്രീസസ് എന്ന് പറയാൻ ഇടയായത്? അർജു ആദ്യം ഡിക്രീസസ് എന്ന് പറഞ്ഞു, പിന്നെ അത് ഇൻക്രീസസ് എന്നാക്കി. എന്താണ് അവന് പറ്റിയതെന്ന് അറിയില്ല. എന്തുകൊണ്ടാണ് ഡിക്രീസസ് എന്ന് പറഞ്ഞത്? നമ്മൾ കോഴിമുട്ട പുഴുങ്ങുന്നതിന് മുൻപ് അതിനകത്ത് ലിക്വിഡ് മാറ്റർ ആയിരുന്നു. അത് കോഴിമുട്ട പുഴുങ്ങിക്കഴിയുന്ന സമയത്ത് അത് സോളിഡ് മാറ്റർ ആയിട്ട് മാറി. സോ എൻട്രോപ്പി ഡിക്രീസസ്. എന്താ സംശയം അല്ലെ? ലിക്വിഡ് മാറ്റർ ബിഫോർ ഹാർഡ് ബോയിലിംഗ് അതിനകത്ത് ലിക്വിഡ് മാറ്റർ ആയിരുന്നു. പക്ഷെ ആഫ്റ്റർ ഹാർഡ് ബോയിലിംഗ് അത് സോളിഡ് മാറ്റർ ആയിട്ട് മാറി. അപ്പൊ ഫിസിക്കലി നമ്മൾ പരിശോധിച്ചാൽ ഒരു സംശയവുമില്ല, എൻട്രോപ്പി കുറയുകയാണ് ചെയ്യുന്നത്. പക്ഷെ പല പുസ്തകങ്ങളിലും നമുക്ക് കാണാം അവിടെ എൻട്രോപ്പി കൂടുന്നു എന്നൊരു വാദം ഉണ്ട്. ആൻഡ് ദർ ഈസ് എവറി റീസൺ ഫോർ ദാറ്റ്. ഭൗതികമായിട്ട് പരിശോധിച്ചാൽ ലിക്വിഡ് മാറ്റർ സോളിഡ് മാറ്റർ ആയിട്ട് മാറുന്നു ആൻഡ് എൻട്രോപ്പി ഡിക്രീസസ്. Fine, no problem. പക്ഷേ when you look at the microstructure of the matter, അതിന്റെ മൈക്രോസ്ട്രക്ചർ അനലൈസ് ചെയ്താൽ എൻട്രോപ്പി കുറയുകയല്ല ചെയ്യുന്നത്, മറിച്ച് എൻട്രോപ്പി കൂടുകയാണ് ചെയ്യുന്നത്. അതെന്താണ് സാറേ അങ്ങനെ? ബിക്കോസ് കോഴിമുട്ടയ്ക്കകത്തുള്ളത് പ്രോട്ടീൻസ് ആണ്. പ്രോട്ടീൻസിന് ഒരു വെൽ ഡിഫൈൻഡ് സ്ട്രക്ചർ ഉണ്ട്. ഈ കോഴിമുട്ട പുഴുകുന്ന സമയത്ത് there is a biochemical change. നിങ്ങൾ കേട്ട് കാണും, ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻസ് എന്നാണ് അതിനെ പറയുക. പ്രോട്ടീൻസിന്റെ കൃത്യമായ വെൽ ഡിഫൈൻഡ് ആയിട്ടൊരു ജോമെട്രി ഉണ്ട്, അതിന്റെ മോളിക്കുലാർ ജോമെട്രി ഉണ്ട്. ഇറ്റ് ഈസ് നോൺ വിത്ത് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, ക്വാർട്ടർണറി സ്ട്രക്ചേഴ്സ് എന്നൊക്കെ പറയും. ബയോളജി പഠിക്കുന്ന കുട്ടികൾ ചിലപ്പോൾ കേട്ട് കാണും. പ്രോട്ടീൻസിന് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ജോമെട്രി ഉണ്ട്. ഡ്യൂറിങ് ഹാർഡ് ബോയിലിംഗ് the geometry of molecules are lost. The quaternary, tertiary, secondary structures are lost for protein and is coming to only primary structure where the randomness increases. അതിൻ്റെ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ജോമെട്രി നഷ്ടപ്പെടും. അതിന് പറയുന്ന പേരാണ് ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻ. ആക്റ്റീവ് പ്രോട്ടീൻസിന്റെ ക്യാരക്ടർ നഷ്ടപ്പെടുക. And in fact that is a increase in entropy. അപ്പോൾ മൈക്രോ സ്ട്രക്ചറിലുള്ള ജസ്റ്റിഫിക്കേഷനിൽ എൻട്രോപ്പി കൂടുന്നു എന്നാണ്. ഹോപ്പ് യു ഗെറ്റ് ഇറ്റ്. മക്കളത് ക്ലിയർ ആയോ? ആ പറഞ്ഞത് ക്ലിയർ ആയോ? അപ്പൊ ഭൗതികമായിട്ട് പരിശോധിച്ചാൽ പറയുന്ന ഉത്തരമല്ല
അതിന്റെ മൈക്രോ സ്ട്രക്ചറൽ കണ്ടീഷനിൽ നമുക്ക് ആൻസർ ആയിട്ട് പറയാൻ സാധിക്കുക. ഓപ്പോസിറ്റാണ്. ഇതുപോലെ ചില പരീക്ഷകളിൽ ചോദിച്ചുള്ള ഒരു ചോദ്യമുണ്ട്, ഒരു എലാസ്റ്റിക് ബാൻഡ് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു എലാസ്റ്റിക് ബാൻഡ് നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നു, എൻട്രോപ്പി കൂടുകയാണോ കുറയുകയാണോ എന്നൊരു ചോദ്യമുണ്ട്. വെൻ യു സ്ട്രെച്ച് ആൻ എലാസ്റ്റിക് ബാൻഡ്, ഒരു റബ്ബർ ബാൻഡ് നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നു, എൻട്രോപ്പി കൂടുകയാണോ കുറയുകയാണോ എന്നാണ് ചോദ്യം. ഇങ്ങനെ ധാരാളം ചോദ്യമുണ്ട്. ഒരു എലാസ്റ്റിക് ബാൻഡ് സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് എൻട്രോപ്പി കുറയാണ് ചെയ്യാം. കാരണം ഒരു എലാസ്റ്റിക് റബ്ബർ ബാൻഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതാണ് ഒരു എലാസ്റ്റിക്, ഒരു റബ്ബർ മോളിക്യൂൾ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. ഒരു റബ്ബർ മോളിക്യൂൾ എന്ന് വെച്ചാൽ സ്പ്രിങ് പോലെ ഉണ്ട്. ഒരു റബ്ബർ മോളിക്യൂളിന്റെ അവസ്ഥ ഏകദേശം മൈക്രോ സ്ട്രക്ചറിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. മൈക്രോ സ്ട്രക്ചറൽ കണ്ടീഷനിൽ ഒരു റബ്ബർ മോളിക്യൂള് ഒരു സ്പ്രിങ് പോലെ ഉണ്ടാവും. വെൻ യു സ്ട്രെച്ച് ഇറ്റ് വാട്ട് ഹാപ്പൻസ് ഈസ് ഇറ്റ് ഈസ് ബിക്കമിങ് ലീനിയർ. മറ്റേത് രണ്ട് മോളിക്യൂൾ ഇങ്ങനെയാണ്. നിങ്ങൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ആ രണ്ട് മോളിക്യൂൾ എന്താവും? ഇറ്റ് ഈസ് കമ്മിങ് ക്ലോസ് ആൻഡ് ഇറ്റ് ബിക്കമിങ് മോർ ക്രിസ്റ്റലൈൻ. ഇവിടെയാണോ എവിടെയാണ് ഡിസോർഡർ? ഇത് സ്ട്രെച്ച് ചെയ്യുന്നതിന് മുൻപ്, ഇത് സ്ട്രെച്ച് ചെയ്തതിന് ശേഷം. ആഫ്റ്റർ സ്ട്രെച്ചിങ് ആ ഒരു റാൻഡംനെസ് കുറയും, ഡിഗ്രി ഓഫ് ഡിസോർഡർ കുറയും. മനസ്സിലാവുണ്ടോ? ഇറ്റ് ബിക്കംസ് മോർ ക്രിസ്റ്റലൈൻ, മോർ അറേഞ്ച്ഡ്. അപ്പൊ ഈ സ്പ്രിങ് പോലുള്ള രണ്ട് മോളിക്യൂൾസ് നമ്മൾ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? ദേ ആർ കമ്മിങ് മോർ ലീനിയർ. ദിസ് ഈസ് ആഫ്റ്റർ സ്ട്രെച്ചിങ് ആൻഡ് ദിസ് ഈസ് ബിഫോർ സ്ട്രെച്ചിങ്. സ്ട്രെച്ച് ചെയ്ത് കഴിയുമ്പോൾ മോളിക്യൂൾസ് കൂടുതൽ അടുത്ത് വരും, ഓർഡർ കൂടും, ഡിസോർഡർ കുറയും. അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായോ? അത് ക്ലിയർ ആണോ? ആ പറഞ്ഞ ആശയം ക്ലിയർ ആണോ? യെസ്. ഇങ്ങനെ ലഭ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള എക്സാമ്പിൾസിനെ കുറിച്ചും ഒന്ന് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക. എൻട്രോപ്പി കൂടുകയാണോ കുറയുകയാണോ, അങ്ങനെ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക. യെസ്. ഫോർ ഓൾ നാച്ചുറൽ പ്രോസസ്സസ് എൻട്രോപ്പി ഇൻക്രീസസ് എന്നാണ് പറയുക കേട്ടോ. എല്ലാ നാച്ചുറൽ പ്രോസസ്സിനും എൻട്രോപ്പി കൂടുന്നു എന്നാണ് പറയുക. എൻട്രോപ്പി ഓഫ് ദ യൂണിവേഴ്സ് ഇൻക്രീസസ് എന്നാണ് പറയുക. എന്താണ് ഈ എൻട്രോപ്പി ഓഫ് യൂണിവേഴ്സ് ഇൻക്രീസസ് എന്ന് പറയുന്നതിന്റെ ആശയം? ഒരു യൂണിവേഴ്സിൽ നമ്മൾ കാണുന്ന പ്രക്രിയകൾ നാച്ചുറൽ പ്രോസസ്സാണ്. ആ നാച്ചുറൽ പ്രോസസ്സിന്റെ ഭാഗമായി എൻട്രോപ്പി കൂടുക എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രോസസ്സ്. ഏജിങ് പ്രോസസ്സ് എൻട്രോപ്പി കൂടുക എന്നാ പറയാ. യെസ്. എൻട്രോപ്പിയുടെ ഒരു മെഷർമെന്റ് ഇങ്ങനെയാണ് എടുക്കുന്നത്. ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു ക്യൂ റിവേഴ്സിബിൾ ബൈ ടി. ദിസ് ഈസ് ദ മാത്തമാറ്റിക്കൽ ഫോർമാറ്റ് ഫോർ ഫൈൻഡിങ് ചേഞ്ച് ഇൻ എൻട്രോപ്പി. ഹീറ്റ് ട്രാൻസ്ഫേർഡ് divided by temperature, Q by T, reversible amount of heat by temperature, and the unit of entropy is Joule per Kelvin. Unit of entropy is Joule per Kelvin. സപ്പോസ് യു ആർ എൻകൗണ്ടറിങ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലം ആണ്, ന്യൂമറിക്കൽ ആണ്, വേഗം ചെയ്യുക. ഇമാജിൻ യു ഹാവ് എ ചേംബർ. ഈ ചേംബറിന്റെ ടെമ്പറേച്ചർ 60 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കുക. അതിനകത്ത് ഒരു സിസ്റ്റം ഉണ്ട്. ഇത് ഒരു സിസ്റ്റമാണ്. ദിസ് ഈസ് എ സിസ്റ്റം കെപ്റ്റ് അറ്റ് എ ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസ്. ഇത് ഒരു സിസ്റ്റമാണ് which is kept in a chamber having temperature 60 degree. അപ്പോൾ ഇത് സിസ്റ്റം, ഞാൻ പറയേണ്ട ആവശ്യമില്ല. This is surroundings. So system at a temperature 30 degree Celsius, surrounding at a temperature 60 degree Celsius. And imagine some 200 kilojoule of heat. 200 kilojoule of heat is flowing into the system. ആ ചേംബറിൽ നിന്ന്
സിസ്റ്റത്തിലേക്ക് ഒരു 200 കിലോ ജൂൾ ഹീറ്റ് ഫ്ലോ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഇതാണ് ന്യൂമറിക്കൽ പ്രോബ്ലം. യു ഹാവ് എ system at 30 degrees Celsius and surrounding at 60 degrees Celsius and 200 kilojoule of heat flowing into the system. Now the question is, question number 1, what is change in entropy of system? Question number 2, what is change in entropy of surroundings? Question number 3, what is change in entropy total? ഈ ടോട്ടൽ ചേഞ്ച് ഇൻ എൻട്രോപ്പിക്ക് വേറൊരു പേര് പറയും, ഡെൽറ്റ എസ് യൂണിവേഴ്സ് എന്ന് പറയും. യൂണിവേഴ്സ് ഫസ്റ്റ് ക്ലാസ്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. വാട്ട് ഈസ് യൂണിവേഴ്സ്? യൂണിവേഴ്സ് എന്ന് വെച്ചാൽ സിസ്റ്റം പ്ലസ് സറൗണ്ടിങ്സ്. സോ എസ് ടോട്ടൽ എന്ന് വെച്ചാൽ നത്തിങ് ബട്ട് ഡെൽറ്റ എസ് സിസ്റ്റം പ്ലസ് ഡെൽറ്റ എസ് സറൗണ്ടിങ്സ്. അപ്പോ ഈ രണ്ട് ആൻസർ കിട്ടിയാൽ മൂന്നാമത്തെ ആൻസർ ആയി. Tell me, how do you find the first one? ഒന്നാമത്തേത് എങ്ങനെ കണ്ടുപിടിക്കും? How to calculate the first one? Delta S system എങ്ങനെ കണ്ടുപിടിക്കാം? എങ്ങനെ കണ്ടുപിടിക്കാം? ഇതാണ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഓൾറെഡി പഠിപ്പിച്ചു കഴിഞ്ഞു. ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി ഓൾറെഡി പഠിപ്പിച്ചു കഴിഞ്ഞു. നൗ യു ടെൽ മീ ദ സബ്സ്റ്റിറ്റ്യൂഷൻ. ഫസ്റ്റ് വണ്ണിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് എനിക്ക് വേണ്ടത്. ഇറ്റ് ഈസ് ക്യൂ ബൈ ടി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഐ വാണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. ടെൽ മീ വാട്ട് ഈസ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ? എത്രയാണ് ക്യൂ, എത്രയാണ് ടി? അതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്ന് പറയുക. അതിനുശേഷം അത് വർക്ക്ഔട്ട് ചെയ്ത വാല്യൂവും പറയുക. ആദ്യം സബ്സ്റ്റിറ്റ്യൂഷൻ പറയുക, അതിനുശേഷം അത് വർക്ക്ഔട്ട് ചെയ്ത് കിട്ടുന്ന ആൻസർ പറഞ്ഞാൽ മതി. ഐ ജസ്റ്റ് വാണ്ട് ടു നോ വെദർ യു മേക്ക് എ കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. വേഗാവട്ടെ. യെസ്, നോ റെസ്പോൺസ്. നോ റെസ്പോൺസ്. ഓക്കെ, ഞാൻ എഴുതാം. ഇറ്റ് ഈസ് പ്ലസ് 200 കിലോ ജൂൾ ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം. Aaron commenting the answer. Aaron, I want to know the substitution. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് എത്ര എന്നാണ് എനിക്ക് അറിയേണ്ടത്. It is 200 divided by 200 by, yeah, that's what I want to know. 200 divided by 30 എന്ന് ചെയ്യരുത്, തെറ്റാണ്. It is joule per Kelvin. കേട്ടോ? 200 divided by 30 plus 273 കെൽവിനിലേക്ക് മാറ്റിയിട്ട് ചെയ്യാം. That is plus 200 divided by 303 kilojoule per Kelvin. കിലോജൂൾ പെർ കെൽവിൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ജൂൾസിലേക്ക് മാറ്റാം. ജൂൾസിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? പ്ലസ് 200 കിലോ ജൂൾ ആണ്. മേക്ക് ഇറ്റ് ഇൻടു 1000 ജൂൾസ് ഡിവൈഡഡ് ബൈ 303. ഇപ്പോ ജൂൾ പെർ കെൽവിൻ ആയി. നൗ യു ടെൽ മീ ദി ആൻസർ. $333 അല്ല ആദിത്യൻ, 333 അല്ല. 30 plus 273 എത്രയടാ? 303 അല്ലേ? 303. എടാ, സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ 30 ഡിഗ്രി. സോ 30 ഡിഗ്രി കെൽവിനിലേക്ക് മാറ്റിയാൽ 303 കെൽവിൻ. സോ 200 ഡിവൈഡഡ് ബൈ 303 കിലോ ജൂൾ പെർ കെൽവിൻ. അതൊരു ചെറിയ വാല്യൂ ആണ് കിട്ടുക. നമുക്ക് ജൂൾ പെർ കെൽവിനിലേക്ക് മാറ്റാം. 200 കിലോ ജൂളിനെ ജൂൾസിലേക്ക് മാറ്റിയാൽ ഇൻറ്റു 1000 കൊടുക്കാം. സോ 200,000 by 303. Now tell me the final figure. And that will be entropy of system. That will be entropy of system.
60യോ 60യോ 200 2 3 60 അല്ല 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 ഏത് നീ 60ക്കാണ് എടുത്തതെന്നോ? ആദിത്യൻ 60 ഡിഗ്രി എടുത്തോ? പാടില്ല. സിസ്റ്റത്തെ കുറിച്ചല്ലേ നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെസ് 660 അല്ലെ? 660 കറക്റ്റ്. അത് കറക്റ്റ് ആയിരിക്കും. അത് കറക്റ്റ് ആയിരിക്കും. 660 കറക്റ്റ് ആണോ മക്കളെ? 660 ജൂൾ പെർ കെൽവിൻ കറക്റ്റ് ആണോ? എനി വേരിയേഷൻ പ്ലീസ് ലെറ്റ് മീ നോ. എനി വേരിയേഷൻ പ്ലീസ് ലെറ്റ് മീ നോ. ആദിത്യൻ 60 എന്ന് പറഞ്ഞത് ആ 60 എടുത്തതായിരിക്കും പറഞ്ഞത് അല്ലേ? മനസ്സിലായി? സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ എടുക്കണം. ബിക്കോസ് വി ആർ ടോക്കിംഗ് അബൌട്ട് സിസ്റ്റം. ആരോൺ എക്സാക്ട്ലി 660 ആണോ അതോ വേരിയേഷൻ ഉണ്ടോ? എവ്രിബഡി പ്ലീസ് ട്രൈ ടു മേക്ക് എ കമന്റ്. 200/303 into 1000. ഇതിനെ 300 എന്ന് എടുത്തു കഴിഞ്ഞാൽ 2/3 എന്ന് വരും. 2/3 into 1000. ഇപ്പൊ 2000/660. ഓക്കെ, അത് മതി. അപ്പൊ 666 എന്ന് എടുക്കാം. യെസ്, ആദിത്യൻ ഇത് വിട്ടിട്ട് രണ്ടാമത്തേലേക്ക് പോയി. ആദിത്യൻ ഇത് വിട്ടു രണ്ടാമത്തേലേക്ക് പോയി. ഓക്കെ ഓക്കെ ഓക്കെ. ആദിത്യൻ കമന്റിങ് അബൌട്ട് സെക്കൻഡ്. ആദിത്യൻ കമന്റിങ് അബൌട്ട് സെക്കൻഡ്. കണ്ണാ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഇറ്റ് വിൽ ബി -200 divided by 333 for surroundings, or you can take -200,000 ജൂൾസിലേക്ക് മാറ്റാം divided by 333 ജൂൾ പെർ കെൽവിൻ. എന്താണ് മക്കളെ വ്യത്യാസം? എന്തൊക്കെ വ്യത്യാസം വന്നു? ഇവിടെ പ്ലസ് ആണ്, സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കിട്ടി, പ്ലസ്. ഇവിടെ മൈനസ് ആണ്, കാരണം സറൗണ്ടിങ്സിൽ നിന്ന് ഹീറ്റ് പോവുകയാണ് ചെയ്യുന്നത്, മൈനസ്. നമ്പർ 1. ഇവിടെ ടെമ്പറേച്ചർ 30 ഡിഗ്രി 303, സറൗണ്ടിങ്സിന്റെ ടെമ്പറേച്ചർ 60 ഡിഗ്രി 333. അതാണ് വ്യത്യാസം. അപ്പോൾ ഒന്ന് സൈൻ മാറി, രണ്ട് ഉപയോഗിക്കുന്ന ആ ടെമ്പറേച്ചർ വാല്യൂവും മാറി. And tell me the final figure. അതിന്റെ ഒരു ഫൈനൽ ഫിഗറും കൂടെ എനിക്ക് അറിയണം. Come on, tell me. -660 വരില്ല. മറ്റത് 660 വന്ന ഇത് -660 അല്ലല്ലോ വരിക. വ്യത്യാസം വരില്ലേ? ഡിനോമിനേറ്ററിൽ 333 അല്ലേ, 660 കുറയും. 660 വരില്ല, അതിലും കുറവായിരിക്കും. അപ്രോക്സിമേറ്റ് പോരാ. അപ്രോക്സിമേറ്റ്ലി 600 ആണോ മക്കളെ? ഒന്ന് ചെക്ക് ചെയ്ത് പറയടാ. അപ്രോക്സിമേറ്റ്ലി 600 ആണോ? Please verify and tell me. Nandagopal comment. It is approximately 600. -600. എന്തായാലും 660 താഴെയാണ് വരിക, ഒരു സംശയവുമില്ല. കാരണം ഇവിടെ 660 വന്നുവെങ്കിൽ ഇവിടെ കുറയും. കാരണം ഡിനോമിനേറ്ററിൽ 303ക്ക് പകരം 333 അല്ലേ, അപ്പൊ വാല്യൂ കുറയും. മേ ബി -600. $330? No. Not 330. 660 കുറച്ച് കുറയും. ഒരു 600 പ്ലസ് ഓർ മൈനസ്. -600. Okay. So it is in the range of -600. Kindly tell me if there is a high variation. It is in the range of -600 joule per Kelvin. Kindly tell me if there is a big variation. ചെറിയ വേരിയേഷൻ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ.
അപ്പോൾ വാട്ട് ഈസ് ഡെൽറ്റ എസ് ടോട്ടൽ? അപ്പോൾ വാട്ട് ഈസ് ഡെൽറ്റ? ഓക്കെ ഫൈൻ. Minus 600 points. You can take it as minus 600, no problem. So what is delta S total? It will be plus 660 plus minus 600, that is plus 60 joule per Kelvin. ഇനി പറയൂ, ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആണോ അല്ലയോ? അത് പറയൂ നോക്കട്ടെ. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രക്രിയ സ്പോണ്ടേനിയസ് ആണോ അല്ലയോ? എക്സാക്ട്ലി ആദിത്യൻ, എക്സാക്ട്ലി. പ്ലസ് എന്ന സൈൻ കൊടുക്കണം കേട്ടോ. എപ്പോഴും എൻട്രോപ്പി ഒക്കെ പറയുമ്പോൾ പ്ലസും മൈനസും മെൻഷൻ ചെയ്യാം. പ്ലസ് എന്ന് വെച്ചാൽ ഇൻക്രീസ് ഇൻ എൻട്രോപ്പി, മൈനസ് എന്ന് വെച്ചാൽ ഡിക്രീസ് ഇൻ എൻട്രോപ്പി. ഇവിടെ സിസ്റ്റത്തിന്റെ എൻട്രോപ്പി ഇൻക്രീസ് ആണ്, ഇവിടെ സിസ്റ്റത്തിന്റെ എൻട്രോപ്പി ഇൻക്രീസ് ആണ്, സറൗണ്ടിങ്സിന്റെ എൻട്രോപ്പി ഡിക്രീസ് ആണ്, ടോട്ടൽ എൻട്രോപ്പി ഇൻക്രീസ് ആണ്. നൗ കൈൻഡ്ലി ടെൽ മീ, ഇപ്പൊ നമ്മൾ ഈ പ്രോബ്ലത്തിൽ പറഞ്ഞൊരു ഫിനോമിനൻ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ ഈ പ്രോബ്ലത്തിൽ പറഞ്ഞൊരു പ്രോസസ് ഉണ്ടല്ലോ, ആ പ്രോസസ് സ്പോണ്ടേനിയസ് ആണോ അല്ലയോ? വെരി ഗുഡ്, ഇറ്റ് ഈസ് സ്പോണ്ടേനിയസ് പ്രോസസ്. കാരണം സറൗണ്ടിങ് ഈസ് എ ഹോട്ട് ബോഡി ആൻഡ് ദ സിസ്റ്റം ഈസ് റിലേറ്റീവ്ലി കോൾഡ് ബോഡി, and there is a flow of heat from hot body to cold body, and it is spontaneous. And now that is how related to entropy. എൻട്രോപ്പിയുമായിട്ട് എന്താണ് അവിടുത്തെ ബന്ധം? പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഡെൽറ്റ എസ് ടോട്ടൽ when positive, that is entropy increases, the reaction is spontaneous. അതേ സമയത്ത് when the delta S total നെഗറ്റീവ് വന്നു എന്ന് വിചാരിക്കുക, that is entropy decreases എന്നാണെന്ന് വിചാരിക്കുക, then it is non-spontaneous. So that is a way to understand spontaneous, non-spontaneous quantitatively. Total entropy of the universe, entropy total positive ആണെങ്കിൽ it is spontaneous. എൻട്രോപ്പി ടോട്ടൽ നെഗറ്റീവ് ആണെങ്കിൽ ഇറ്റ് ഈസ് നോൺ സ്പോണ്ടേനിയസ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് നേരെ തിരിച്ചാണ് ഞാൻ പറഞ്ഞതെന്ന് വിചാരിക്കുക. ഹീറ്റ് ഇവിടുന്ന് ഇങ്ങോട്ട് എന്ന് പറഞ്ഞതിന് പകരം ഇവിടുന്ന് ഇങ്ങോട്ട് എന്ന് പറഞ്ഞിരുന്നു എന്ന് വിചാരിക്കുക. ദെൻ ഇവിടെ മൈനസ് വരും, ഇവിടെ പ്ലസ് വരും, നെറ്റില് മൈനസ് വരും, അപ്പൊ നോൺ സ്പോണ്ടേനിയസ് ആയി. സോ ടോട്ടൽ എൻട്രോപ്പി പോസിറ്റീവ്, spontaneous. Total entropy negative, non-spontaneous. Then what about total entropy? Zero. Total entropy zero vannaloda, total entropy positive ആണെങ്കിൽ spontaneous, negative ആണെങ്കിൽ non-spontaneous. അപ്പൊ സീറോ വന്നാലോ equilibrium. That is called equilibrium. That is a very, very important point of observation. Please make a note on to it. Entropy versus spontaneity. Entropy versus spontaneity. Total entropy positive, spontaneous. Total entropy negative, non-spontaneous. And total entropy zero, equilibrium. ഞാൻ കുറച്ച് മുന്നേ ഒരു കമന്റ് പറഞ്ഞു, എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഫോർ ഓൾ നാച്ചുറൽ പ്രോസസ്സസ് ടോട്ടൽ എൻട്രോപ്പി ഇൻക്രീസസ്. നാച്ചുറൽ പ്രോസസ്സസ് എന്ന് വെച്ചാൽ സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്. അപ്പൊ പ്രകൃതിയാൽ നടക്കുന്ന എല്ലാ പ്രക്രിയകളും എൻട്രോപ്പി കൂടുന്ന പ്രക്രിയകളാണ്. ഏജിങ് പ്രോസസ് എൻട്രോപ്പി കൂടുന്ന പ്രക്രിയയാണ്.
എല്ലാ നാച്ചുറൽ പ്രോസസ്സിനെയും ഇൻക്രീസ് ഇൻ എൻട്രോപ്പി എന്ന് പറയുന്നതിന്റെ തെർമോഡൈനമിക് ആപ്ലിക്കേഷൻ അതാണ്. Is this clear, children? Should I repeat any of the points? Kindly come on, tell me. ഈ തന്ന പ്രോബ്ലത്തിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് എൻട്രോപ്പി ഓഫ് സിസ്റ്റം കാണുക, സറൗണ്ടിങ്സ് കാണുക, ടോട്ടൽ എൻട്രോപ്പി കാണുക, സ്പോണ്ടേനിറ്റി പ്രെഡിക്റ്റ് ചെയ്യുക. യെസ്, ഓക്കെ, ഗുഡ്. ഇവിടെ നമുക്ക് രണ്ട് രീതിയിലാണ് നമുക്ക് സ്പോണ്ടേനിറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രോബ്ലം ഒന്നും ഇല്ലാതെ തന്നെ, ഈ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് സ്പോണ്ടേനിറ്റി പറയാൻ സാധിക്കുന്നുണ്ട്. എന്ത്? ഹോട്ട് ബോഡിയിൽ നിന്ന് കോൾഡ് ബോഡിയിലേക്ക് ഹീറ്റ് വരികയാണ്, ആൻഡ് ദാറ്റ് ഈസ് സ്പോണ്ടേനിയസ്. അറിയാം നമുക്ക്. പക്ഷെ അതിന്റെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെഷർ ആണ് ഇപ്പോൾ നമ്മൾ എഴുതി വെച്ച കൺക്ലൂഷൻ. Total entropy positive spontaneous, negative non-spontaneous, and zero equilibrium. Yes. And now on to the last thermodynamic parameter in the chapter, that is called Gibbs energy എന്ന് പറയും. Gibbs energy എന്ന് പറയും. Gibbs energy designated by G and change in Gibbs energy delta G. ജിബ്സ് ഒരു ബ്രിട്ടീഷ് സ്കൂൾ ടീച്ചറാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ആശയം അവതരിപ്പിക്കുന്നത്. ഈ തെർമോഡൈനമിക്സിലെ ഈ ആശയം ആദ്യ കാലഘട്ടങ്ങളിലൊന്നും ഒട്ടും പോപ്പുലാരിറ്റി ഇല്ലായിരുന്നു. പിന്നീട് അത് പതുക്കെ പതുക്കെ പോപ്പുലറായി. അത് കൂടുതൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങി. ഇന്ന് അതിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, തെർമോഡൈനമിക്സിലെ ഒരു കോർ കണ്ടന്റ് എന്ന നിലയ്ക്ക് അത് ഡെവലപ്ഡ് ആയിട്ടുണ്ട്. ജിബ്സ് എനർജി എന്നുള്ളത് ഇന്ന് തെർമോഡൈനമിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെർമോഡൈനമിക് പ്രോപ്പർട്ടി ആയിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ആസ് ഇറ്റ് ഈസ് ഫൈൻഡിങ് ആപ്ലിക്കേഷൻ ഈവൻ ഇൻഡസ്ട്രിയലി, എക്സ്പ്ലെയിനിങ് ദ തെർമോഡൈനമിക് ഫീസിബിലിറ്റി ഓഫ് വേരിയസ് റിയാക്ഷൻസ്. റൈറ്റ്? എന്താണ് ജിബ്സ് എനർജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പണ്ട് കാലങ്ങളിൽ ഇതിനെ ഫ്രീ എനർജി എന്നും വിളിച്ചിരുന്നു. പണ്ട് കാലങ്ങളിൽ ദിസ് ഈസ് ഓൾസോ നോൺ ആസ് ഫ്രീ എനർജി. ഇപ്പോഴും ചില പുസ്തകങ്ങളിലൊക്കെ നിങ്ങൾക്ക് കാണാം ഫ്രീ എനർജി. ഇറ്റ് ഈസ് കോൾഡ് ജിബ്സ് എനർജി. ജിബ്സ് ഫംഗ്ഷൻ എന്നാണ് പറയുക. ആൻഡ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് G ഈക്വൽ ടു H മൈനസ് TS എന്നാണ് ഫോർമുല. ആൻഡ് thereby delta G is equal to delta H minus T delta S. It is at constant temperature and pressure. And this equation is called Gibbs equation. This equation is called Gibbs equation, sometimes also called Gibbs-Helmholtz equation. Gibbs equation എന്നോ Gibbs-Helmholtz equation എന്നോ വിളിക്കുന്നു. എന്താണ് ജിബ്സ് ഇക്വേഷൻ? അക്കോർഡിംഗ് ടു ജിബ്സ് ഇക്വേഷൻ, ജിബ്സ് എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ ഡ്രൈവ് ചെയ്യുന്ന എനർജി എന്നർത്ഥം. ഒരു റിയാക്ഷൻ ഡ്രൈവ് ചെയ്യപ്പെടുന്ന എനർജി എന്നർത്ഥം. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ എൻതാൽപ്പി ഓഫ് എ സിസ്റ്റം മൈനസ് എൻട്രോപ്പി ഫാക്ടർ ഓഫ് എ സിസ്റ്റം. ഡെൽറ്റ എച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് ആണ്. വാട്ട് ഈസ് ടി ഡെൽറ്റ എസ്? ടി ഡെൽറ്റ എസിനെ നമ്മൾ എൻട്രോപ്പി ഫാക്ടർ എന്ന് പറയും. ദിസ് ഈസ് കോൾഡ് എൻട്രോപ്പി ഫാക്ടർ. മക്കളെ നോക്കടാ, നേരത്തെ നമ്മൾ എഴുതിയല്ലോ ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. സോ വാട്ട് ഈസ് ടി ഡെൽറ്റ എസ്? ടി ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു ക്യൂ. അപ്പൊ ഇതെന്താണ്? ഹീറ്റ് ആണ്. എന്തിനുള്ള ഹീറ്റ്? എൻട്രോപ്പിയുമായി ബന്ധപ്പെട്ട ഹീറ്റ്. ഒരു സിസ്റ്റത്തിന്റെ ഡിസോർഡറിൽ ഉണ്ടാകുന്ന മാറ്റം,
അതുമായി ബന്ധപ്പെട്ട എനർജി, അതാണ് ഈ ടേം. And that is subtracted from the total heat content gives you an energy term called free energy. അപ്പോൾ ഫ്രീ എനർജി എന്ന് പറയുന്ന ജിപ്സ് എനർജി എന്ന് പറയുന്ന സാധനം എന്താണെന്ന് ചോദിച്ചാൽ ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് മൈനസ് the heat involved in change in entropy, and that difference is called Gibbs energy, Gibbs function എന്ന് പറയും, Gibbs function. And what is his justification on predicting the spontaneity? He comment that delta G when negative എന്ന് വെച്ചാൽ Gibbs energy when decreases the reaction is spontaneous. ആൻഡ് ഡെൽറ്റ ജി നമ്മൾ എൻട്രോപ്പി പറഞ്ഞില്ലേ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡെൽറ്റ ജി വെൻ പോസിറ്റീവ് എന്ന് വെച്ചാൽ ജിപ്സ് എനർജി വെൻ ഇൻക്രീസസ് ഇറ്റ് ഈസ് നോൺ സ്പോണ്ടേനിയസ്. ആൻഡ് നാച്ചുറലി വെൻ ഡെൽറ്റ ജി ഈക്വൽ ടു 0, ഇറ്റ് ഈസ് കോൾഡ് equilibrium. This is the comment made and this is the explanation made by the concept introduced by Gibbs. Delta G when negative, that means Gibbs energy when decreases. ഇതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാം. ഇത് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന വിശദീകരണത്തിലേക്ക് പോവാം. അതിന് മുൻപ് കണ്ടീഷൻ ആദ്യം മനസ്സിലാക്കുക. ആദ്യം കണ്ടീഷൻ ഫിക്സ് ചെയ്യാം, എന്നിട്ട് നമുക്ക് അതിന്റെ ജസ്റ്റിഫിക്കേഷനിലേക്ക് പോവാം. ഡെൽറ്റ എൻട്രോപ്പി പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഡെൽറ്റ ജി വെൻ ഡിക്രീസസ് നെഗറ്റീവ് സ്പോണ്ടേനിയസ്. നമ്മൾ അവിടെ പറഞ്ഞ എങ്ങനെയാ? ടോട്ടൽ എൻട്രോപ്പി പോസിറ്റീവ് സ്പോണ്ടേനിയസ്, നെഗറ്റീവ് നോൺ സ്പോണ്ടേനിയസ്, 0 ഇക്വിലിബ്രിയം. ഇവിടെ നേരെ തിരിച്ചു, ഡെൽറ്റ ജി പോസിറ്റീവ് നോൺ സ്പോണ്ടേനിയസ്, ഡെൽറ്റ ജി നെഗറ്റീവ് സ്പോണ്ടേനിയസ്, ഡെൽറ്റ ജി 0 equilibrium. Let us try to understand. തെർമോഡൈനാമിക്സിൽ ഇതിന്റെ പല വിശദീകരണങ്ങളും വളരെ കോംപ്ലക്സ് ആണ്. ഞാൻ പറഞ്ഞത് ഒരു വെറുതെ അങ്ങ് പറഞ്ഞതല്ല. For many years after introducing this concept by Gibbs, for many years it was not well understood by the community. കാരണം അതിന്റെ ആ എക്സ്പ്ലനേഷൻ വളരെ കോംപ്ലക്സ് ആണ്. നമുക്ക് ഇത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നോക്കടാ, ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഓർക്കുന്നുണ്ടാവും നിങ്ങൾ. ഒരു ബോള് ഒരു സ്ലോപ്പിംഗ് സർഫസില് ഒരു ബോള് റോൾ ചെയ്ത് താഴത്തേക്ക് വീഴുന്നു എന്ന് വിചാരിക്കാം. ഒരു ബോൾ റോൾ ചെയ്ത് സ്ലോപ്പിംഗ് സർഫസിൽ താഴത്തേക്ക് വീഴുന്നു. ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നൗ എവരിബഡി നോ ഇറ്റ് ഈസ് എ സ്പോണ്ടേനിയസ് പ്രോസസ്. അല്ലേ? ഇതൊരു സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്, അല്ലേ? യാതൊരു സംശയവുമില്ല. ദിസ് ഈസ് എ സ്പോണ്ടേനിയസ് പ്രോസസ്. കറക്റ്റ്? ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ പറയണം. ഒരു ബോള് ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് റോൾ ചെയ്ത് താഴെ വരുന്നു. This is a spontaneous process. I don't think there is any objection, right? ഇനി ഈ ഒരു പ്രോസസ്സിൽ എൻട്രോപ്പിക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യമായ ഒരു റോളും ഇല്ല. ഇവിടെ എൻട്രോപ്പിക്ക് ഡിഗ്രി ഓഫ് ഡിസോർഡറിന് കാര്യമായ വല്ല റോൾ ഉണ്ടോ? ഇല്ല. എ ബോൾ ഈസ് എ ബോൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ when it is at a higher level and a lower level. എൻട്രോപ്പിയിൽ കാര്യമായിട്ടുള്ള ഒരു മാറ്റവും ഇല്ല. Now look at the formula. Delta G equal to delta H minus T delta S. ഓക്കെ, സത്യം പറഞ്ഞാൽ ഈ ടേമിന് ഈ പ്രോസസ്സിൽ കാര്യമായ റോളൊന്നുമില്ല. കാരണം ഈ ബോൾ റോൾ ചെയ്യുന്നതിന് മുൻപും റോൾ ചെയ്തതിന് ശേഷവും ആ ബോളിന്റെ അവസ്ഥയിൽ കാര്യമായ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. There is hardly any change in entropy. വ്യത്യാസം വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എനർജിയിലാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഈ ബോളിന്റെ എനർജി ഇത്രയും ആയിരുന്നുവെങ്കിൽ ഇവിടെ വരുമ്പോൾ ആ ബോളിന്റെ എനർജി ഇത്രയും ആയി. Hope you understand what I mean.
ഞാൻ ഉദ്ദേശിച്ചത് ഒരു കാരിക്കേച്ചർ റെപ്രസെന്റേഷൻ ആണ്. ഇവിടെ ബോളിന്റെ എനർജി ഹൈ വാല്യൂ ആയിരുന്നു, അത് ഇവിടെ എത്തിയപ്പോൾ ബോളിന്റെ എനർജി ലോ വാല്യൂ ആയിട്ട് മാറി. മനസ്സിലായോ? എനർജി എന്ന് വെച്ചാൽ എച്ച്, എനർജി എന്ന് വെച്ചാൽ എച്ച്. അപ്പൊ ഈ ബോള് റോൾ ചെയ്ത് താഴത്തേക്ക് വരുന്നതിലൂടെ എന്താണ് സംഭവിച്ചത്? അതിന്റെ എനർജി കുറഞ്ഞു. റൈറ്റ്? ഈ ടേമിന് കാര്യമായ മാറ്റമില്ല കേട്ടോ. ഈ ടേം ഇവിടെ റെലവെന്റ് അല്ല. ഈ ടേം ഇവിടെ റെലവെന്റ് അല്ല. ഇവിടെ റെലവെന്റ് ആയിട്ടുള്ളത് എനർജിയാണ്. ഇതിനാണ് റെലവൻസ് ഉള്ളത്. അതിനെന്താ സംഭവിച്ചത്? ഇത് ഡിക്രീസിങ് ആയി. ഇത് ഡിക്രീസിങ് ആയാൽ ഇത് റെലവെന്റ് അല്ല എന്ന് പറഞ്ഞു. ഇത് ഡിക്രീസിങ് ആയാൽ നോ ഡൗട്ട് ഇത് ഡിക്രീസിങ് ആയിരിക്കും. അതാണ് ഇപ്പൊ നമ്മൾ എഴുതി വെച്ചത്. ഡെൽറ്റ ജി വെൻ ഡിക്രീസസ് ദ റിയാക്ഷൻ ഈസ് സ്പോണ്ടേനിയസ്. അപ്പൊ ഒരു ബോള് റോൾ ചെയ്ത് താഴത്തേക്ക് വരുന്ന ഒരു പ്രക്രിയ എടുത്താൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു കോൺസെപ്റ്റ് വിശദീകരിക്കാൻ സാധിക്കും. ഞാൻ വീണ്ടും 1-2 കേസും കൂടെ എടുത്ത് പറയാം. ഇത് ആദ്യം മനസ്സിലാക്കുക. ഇപ്പൊ ഒരു ബോള് റോൾ ചെയ്ത് വരുന്ന അവസ്ഥ അത് സ്പോണ്ടേനിയസ് ആണ്. അതിൽ എൻട്രോപ്പിക്ക് കാര്യമായ റോളൊന്നും ഇല്ല. അപ്പൊ ഈ ടേമിന് കാര്യമായ റോളൊന്നും ഇല്ല. ഇതിനാണ് റോൾ ഉള്ളത്. എനർജി കുറയുന്നു. നോക്കൂ, ഇവിടെ നിൽക്കുന്ന ബോളിന്റെ എനർജി ഹയർ ലെവലിലാണ്. ഹയർ ലെവലിൽ നിൽക്കുന്ന ബോളിന്റെ എനർജി, ആ ലെവൽ നോക്കിയാൽ അറിയാലോ നിങ്ങൾക്ക്. നിങ്ങൾ ഫിസിക്സിൽ പഠിക്കുന്നല്ലേ, പൊട്ടൻഷ്യൽ എനർജി എന്നൊക്കെ പഠിക്കുന്നില്ലേ? ഇവിടെയുള്ള ബോളിന്റെ എനർജിയും ഇവിടെയുള്ള ബോളിന്റെ എനർജിയും ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാലോ. ഇവിടെയുള്ള ബോളിന്റെ എനർജി ഹൈ ആയിരിക്കും, ഇവിടെയുള്ള ബോളിന്റെ എനർജി ലോ ആയിരിക്കും. സോ ഹൈ എനർജിയിലുള്ള ഒരാള് താഴത്തേക്ക് വരുന്നു, എനർജി കുറയുന്നു. അപ്പോൾ എനർജി കുറയുന്നു. ദാറ്റ് ഇസ് എ നാച്ചുറൽ പ്രോസസ്. ഡെൽറ്റ ജി നെഗറ്റീവ്, സ്പോണ്ടേനിയസ്. Is that clear, children? Is that clear? I am trying to explain the formula given to you. ഞാൻ ഈ ഫോർമുലയും ഇതും ജസ്റ്റിഫൈ ചെയ്യണം കേട്ടോ. ആ ഫോർമുലയും അതുമായി ബന്ധപ്പെട്ട ആ കണ്ടീഷൻ പറഞ്ഞില്ലേ, അതും ജസ്റ്റിഫൈ ചെയ്യണം. ക്ലിയർ ആണല്ലോ അല്ലെ? ക്ലിയർ ആണ്. ഇനി നമുക്ക് വേറൊരു അവസ്ഥ പരിശോധിക്കാം. ഇനി നമുക്ക് വേറൊരു സ്പോണ്ടേനിയസ് പ്രോസസ് പരിശോധിക്കാം. നിങ്ങളൊന്ന് ആലോചിച്ചേ, ഒരു ചേംബർ, ഇങ്ങനെ ഒരു ചേംബർ, അതില് ഇങ്ങനെ ഒരു പാർട്ടീഷൻ. ഇതൊരു എയർ ടൈറ്റ് പാർട്ടീഷൻ ആണ് കേട്ടോ. സോ യു ഹാവ് ചേംബർ 1 ആൻഡ് ചേംബർ 2. ഇൻഫാക്ട് 1 ചേംബർ സെപ്പറേറ്റഡ് ബൈ എ എയർ ടൈറ്റ് പാർട്ടീഷൻ. ഒരു ചേംബറിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നു. അതിൽ ഒരു എയർ ടൈറ്റ് പാർട്ടീഷൻ വെച്ച് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നു. ഇതിനകത്ത് ഒരു ഗ്യാസ് ഉണ്ട്, ഇതിനകത്ത് സേ എ ഒരു ഗ്യാസ്, ഇതിനകത്ത് വേറൊരു ഗ്യാസ് ഉണ്ട്, സേ ബി. ഓക്കെ, അപ്പൊ ചേംബർ 1-നകത്ത് എ എന്നൊരു ഗ്യാസ്, ചേംബർ 2-നകത്ത് ബി എന്നൊരു ഗ്യാസ്, ആൻഡ് ദേ ആർ സെപ്പറേറ്റഡ് ബൈ എയർ ടൈറ്റ് പാർട്ടീഷൻ. ഓക്കെ, now imagine that airtight partition I am going to remove. ഈ പാർട്ടീഷൻ ഞാൻ എടുത്ത് കളയുന്നു. ഈ പാർട്ടീഷൻ ഞാൻ അങ്ങ് എടുത്ത് കളയാണ്. റിസൾട്ട് എന്തായിരിക്കും ഞാൻ പറയേണ്ട ആവശ്യമില്ല. There is A and B mixed together. പറയൂ, ഈ പ്രോസസ്സിൽ എന്താണ് സംഭവിച്ചത്? പറയൂ. നിങ്ങൾ ചിന്തിക്കുക കേട്ടോ. ഒരു കമ്പാർട്ട്മെന്റ്, രണ്ട് പോർഷൻ, ഇവിടെ ഗ്യാസ് എ, ഇവിടെ ഗ്യാസ് ബി. നമ്മൾ ആ പാർട്ടീഷൻ എടുത്ത് കളയുന്നു. എയും ബിയും കൂടെ മിക്സ് ആവും. ഇതൊരു പ്രോസസ്സാണ്. ഇതില് എൻട്രോപ്പിക്ക് കാര്യമായ ഒരു പങ്കുണ്ട്. പക്ഷെ എനർജിക്ക് കാര്യമായ പങ്കൊന്നുമില്ല. ചേംബർ എയിൽ ഉണ്ടായിരുന്ന, ഫസ്റ്റ് ചേംബറിൽ ഉണ്ടായിരുന്ന ഗ്യാസ് മോളിക്യൂൾസ് എ, ഫസ്റ്റ് ചേംബറിൽ ഉണ്ടായിരുന്ന ഗ്യാസ് മോളിക്യൂൾസ് എ, സെക്കൻഡ് ചേംബറിൽ ഉണ്ടായിരുന്ന ഗ്യാസ് മോളിക്യൂൾസ് ബി. ആ പാർട്ടീഷൻ കളഞ്ഞപ്പോ എന്തായി? ഇതിനകത്ത് എയും ഉണ്ട്, ബിയും ഉണ്ട്. There is A as well as B. ഇത് രണ്ടും കൂടെ മിക്സ് ആയി. ഇവിടെ
എനർജിയിൽ കാര്യമായ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. ഹിയർ നോ മച്ച് ചേഞ്ച് ഇൻ എനർജി. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഇവിടെ ഈ പ്രോസസ്സിൽ ഇത് ഇറെലവന്റ് ആണ്. എനർജിയിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും എൻട്രോപ്പിയിൽ നല്ല മാറ്റമുണ്ട്. എൻട്രോപ്പി പറയൂ, കൂടിയോ കുറഞ്ഞോ? എൻട്രോപ്പി കൂടിയോ കുറഞ്ഞോ? യെസ്, എൻട്രോപ്പി ഇൻക്രീസസ്. ഇൻഡിവിജ്വൽ ആയിട്ട് ഉണ്ടായിരുന്ന ഗ്യാസ് മോളിക്യൂൾസ് മിക്സഡ് ആയി, എൻട്രോപ്പി ഇൻക്രീസസ്. നോക്കടാ, എൻട്രോപ്പി ഇൻക്രീസസ്, ഡെൽറ്റ എസ് ഇൻക്രീസസ് ആൻഡ് ഡെൽറ്റ ജി ഡിക്രീസസ്. എന്തുകൊണ്ടാ? ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഇത് കൂടുക എന്ന് പറഞ്ഞാൽ ടി ഡെൽറ്റ എസ് കൂടുക എന്നാണ് എന്റെ അർത്ഥം. എന്ന് വെച്ചാൽ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ദാറ്റ് മീൻസ് ഡെൽറ്റ ജി ഡിക്രീസസ് ആൻഡ് ഇറ്റ് ഈസ് എ നാച്ചുറൽ പ്രോസസ്. ഇറ്റ് ഈസ് എ സ്പോണ്ടേനിയസ് പ്രോസസ്. ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എയും ബിയും കൂടെ മിക്സ് ആവുന്നത് സ്പോണ്ടേനിയസ് ആണ് എന്ന്. ഈ രണ്ട് സെപ്പറേറ്റ് ചേംബറിൽ ഉണ്ടായിരുന്ന എയും ബിയും പാർട്ടീഷൻ എടുത്തു മാറ്റിയപ്പോ തനിയെ മിക്സ് ആയി. ഇറ്റ് ഈസ് എ സ്പോണ്ടേനിയസ് പ്രോസസ്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അല്ലേ? ഈ നടന്ന പ്രോസസ് സ്പോണ്ടേനിയസ് അല്ലേ? അതിനെ നമുക്ക് എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാം? വെൻ എൻട്രോപ്പി ഇൻക്രീസസ്, ഇതിന് കാര്യമായ റോൾ ഇല്ല. വെൻ എൻട്രോപ്പി ഇൻക്രീസസ് ഡെൽറ്റ ജി ഡിക്രീസസ് ആൻഡ് ഇറ്റ് ഈസ് സ്പോണ്ടേനിയസ്. അത് നോക്കാതെ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. രണ്ട് ഗ്യാസ് ഈസി ആയിട്ട് മിക്സ് ആവും ആൻഡ് ഇറ്റ് ഈസ് എ സ്പോണ്ടേനിയസ് പ്രോസസ്. Is that clear, children? Is that clear? Yes. അപ്പോൾ എല്ലാ റിയാക്ഷൻസിലും ഇതുപോലെ എൻട്രോപ്പി ഇറെലവന്റ് ആവുക അല്ലെങ്കിൽ എനർജി ഇറെലവന്റ് ആവുക അങ്ങനെ ആയിരിക്കോ? അല്ലാട്ടോ, അല്ല അല്ല അല്ല. ഞാനിപ്പോ അതിന്റെ ഇൻഡിവിജ്വൽ ആശയം മനസ്സിലാക്കാൻ വേണ്ടി രണ്ട് എക്സാമ്പിൾസ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. വി ആർ ഗോയിങ് ടു ടേക്ക് മോർ കണ്ടീഷൻസ്. വി ആർ ഗോയിങ് ടു ടേക്ക് ഓൾ കണ്ടീഷൻസ്. എല്ലാ കണ്ടീഷൻസും നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. എന്തായാലും ഇപ്പൊ പരിചയപ്പെട്ടതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. എന്ത്? ഇത് കുറയുക, ഇത് കൂടുക. അപ്പോൾ ഇത് കുറയും. റിയാക്ഷൻ വിൽ ബി സ്പോണ്ടേനിയസ്. സർ, എന്തുകൊണ്ടാണ് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാത്തത്? ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് അറ്റ് എ പർട്ടിക്കുലർ എക്സ്പെരിമെന്റൽ ടെമ്പറേച്ചർ. ഇത് ശ്രദ്ധിച്ചില്ല? ദി എക്സ്പെരിമെന്റ് ഈസ് ഡൺ അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. നമ്മൾ ഈ പരീക്ഷണം നടത്തുന്നത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ്. ടെമ്പറേച്ചർ മാറിയാൽ കേസ് മാറും. ടെമ്പറേച്ചർ മാറിയാൽ അതിനനുസരിച്ച് സിറ്റുവേഷൻ മാറും. അതാണ് ഇനി നമ്മൾ പറയുന്നുണ്ട്. ഇനി അടുത്ത കണ്ടീഷൻസ് വരുമ്പോൾ അത് മനസ്സിലാവും. അപ്പൊ ഇത് ക്ലിയർ അല്ലേ മക്കളെ? ഇത് ക്ലിയർ അല്ലേ? അപ്പൊ ഒരു റിയാക്ഷന്റെ സ്പോണ്ടേനിറ്റിയെ സ്വാധീനിക്കുന്ന പോസിറ്റീവായിട്ട്, ഒരു റിയാക്ഷന്റെ സ്പോണ്ടേനിറ്റിയെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറയാം. എനർജി ഡെൽറ്റ എച്ച് കുറയുക, എൻട്രോപ്പി കൂടുക. അപ്പൊ എനർജി കുറയുന്ന, എൻട്രോപ്പി കൂടുന്ന പ്രക്രിയകൾ ഹൈലി സ്പോണ്ടേനിയസ് ആയിരിക്കും. അതിന്റെ എല്ലാ അവസ്ഥകളും നമുക്കിപ്പോ പരിശോധിക്കാം. ഇഫ് യു ആർ റെഡി. ഇപ്പൊ നമ്മൾ അതിന്റെ പ്രിലിമിനറി ജസ്റ്റിഫിക്കേഷൻ മാത്രമേ ആയിട്ടുള്ളൂ. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. And now we are going to investigate all possible conditions. തെർമോഡൈനമിക്സില് 4 അവസ്ഥകളുണ്ട്. ഈ 4 അവസ്ഥകളെയും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ 4 അവസ്ഥകളിലും സ്പോണ്ടേനിറ്റി പ്രെഡിക്റ്റ് ചെയ്യാൻ പോവുകയാണ്.
റെഡിയാണല്ലേ? ഓക്കെ, റെഡിയാണെങ്കിൽ ഓക്കെ. യെസ്. So you can chart like this: case delta H, delta S, delta G, nature of reaction. Case delta H, delta S, delta G and nature of the reaction. ഒന്ന് ഭംഗിയായിട്ട് ടാബുലേറ്റ് ചെയ്തോളൂ. ഒന്ന് ഭംഗിയായിട്ട് ടാബുലേറ്റ് ചെയ്തോളൂ. അപ്പോ ഒന്നാമത്തെ കേസ് കിട്ടോ. ഒന്നാമത്തെ കേസ് we are talking about an exothermic reaction. Exothermic reaction എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, delta H is negative. Exothermic reaction എന്ന് വെച്ചാൽ delta H negative, where entropy increases. എന്ന് വെച്ച് കഴിഞ്ഞാൽ delta S പോസിറ്റീവ്. അപ്പോ ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ്. ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ്. ദാറ്റ് ഈസ് കേസ് 1. ഇതാണ് കേസ് 1. അടുത്തത് കേസ് 2. നിങ്ങൾ പറയാം കേസ് 2. അഗൈൻ exothermic process, delta H negative and entropy decreases എന്ന് വെച്ചാൽ ഡെൽറ്റ എസ് നെഗറ്റീവ്. ഇതാണ് കേസ് 2. ഇങ്ങനത്തെ 4 കേസാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആ 4 കേസ് ഏതാണെന്ന് സാമാന്യ ബുദ്ധിക്ക് ഉദ്ദേശിക്കാവുന്നതേ ഉള്ളൂ. പ്ലസ് പ്ലസ്, മൈനസ് മൈനസ്, പ്ലസ് മൈനസ്, മൈനസ് പ്ലസ്, പ്ലസ് പ്ലസ്, പ്ലസ് മൈനസ്, മൈനസ് പ്ലസ്, മൈനസ് മൈനസ്, 4 എണ്ണം. അപ്പൊ ആദ്യം എഴുതിയത് മൈനസും പ്ലസും, ഇപ്പൊ എഴുതിയത് മൈനസും മൈനസും. അടുത്തത് മൂന്നാമത്തെ കേസ്. It is an endothermic process, that is delta H positive and entropy നമ്മളിപ്പോ ഏതാ പറഞ്ഞ entropy decreases. അതന്നെ ഇരിക്കട്ടെ, entropy decreases നെഗറ്റീവ്. അപ്പോ മൈനസ് പ്ലസ്, മൈനസ് മൈനസ്, പ്ലസ് മൈനസ്. And now the last case. Case 4. Case 4 is again an endothermic process where delta H is positive, where entropy increases, delta S positive. ഇതാണ് 4 കേസുകൾ കേട്ടോ. ഇതാണ് 4 കേസുകൾ. അപ്പൊ ആദ്യം നമുക്ക് ഒന്നാമത്തെ കേസ് പരിശോധിക്കാം. നോക്കടാ, എന്താണ് ഒന്നാമത്തെ കേസിൽ സംഭവിക്കുക? ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ് എന്ന് വെച്ചാൽ എഴുതണ്ട, ശ്രദ്ധിക്കുക. ഞാൻ ഇവിടെ എഴുതിയിട്ട് മായ്ച്ചു കളയാം കേട്ടോ. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും എഴുതിയിട്ട്, അല്ലെങ്കിൽ താഴത്ത് കുറച്ചൊരു സ്പേസ് ഉണ്ടെങ്കിൽ നന്നായി. താഴത്ത് നമുക്ക് കുറച്ച് സ്പേസ് കൊടുക്കാം. യെസ്, ഇവിടെ ചെയ്യാം നമുക്ക്, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ ചെയ്താലും കുഴപ്പമില്ല. ഫസ്റ്റ് കേസ് കേട്ടോ, ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ്. മക്കളെ നോക്കൂ, ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. നോക്കടാ, ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ഇത് നെഗറ്റീവ്.
ഇത് പോസിറ്റീവ്. Hope you understand mathematically, very simple mathematics. Delta H negative, delta S positive. It is very simple to understand. Delta G is always negative. അല്ലേ? ഇത് മൈനസ്, ഇത് പ്ലസ്. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. അപ്പൊ ഇത് മൈനസ്, ഇവിടെയും മൈനസ്. That is delta G is always minus. Delta G is always negative. That means reaction is always spontaneous. ഏതൊരു റിയാക്ഷൻ എക്സോതെർമിക് ആണോ, എൻട്രോപ്പി കൂടുന്നുണ്ടോ, അത് എല്ലായ്പ്പോഴും സ്പോണ്ടേനിയസ് ആയിരിക്കും. എക്സോതെർമിക് റിയാക്ഷൻ, ഹീറ്റ് റിലീസ് ചെയ്യുന്ന റിയാക്ഷൻ, എൻട്രോപ്പി കൂടുന്ന റിയാക്ഷൻ, ഡിസോർഡർ കൂടുന്ന റിയാക്ഷൻ, ദാറ്റ് വിൽ ബി ഓൾവേസ് സ്പോണ്ടേനിയസ്. എന്താ കാര്യം? ഇത് നെഗറ്റീവാണ്, ഇത് പോസിറ്റീവാണ്. പോസിറ്റീവ് ഇവിടെ വരുമ്പോൾ നെഗറ്റീവായി. അപ്പോ ഇതും നെഗറ്റീവായി, ഇതും നെഗറ്റീവായി. ഡെൽറ്റ ജി വിൽ ബി ഓൾവേസ് നെഗറ്റീവ്. ക്ലിയർ ആണോടാ? ഈസ് ദാറ്റ് ക്ലിയർ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയണം. ക്ലിയർ ആണ്? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നൗ രണ്ടാമത്തെ കേസ് കേട്ടോ. രണ്ടാമത്തെ കേസ് ഇനിയൊക്കെ നിങ്ങൾക്ക് പറയാവുന്നേ ഉള്ളൂ. ഇനിയൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതേ ഉള്ളൂ. പറയൂ. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. പറയടാ. ഇത് നെഗറ്റീവ്, ഇത് നെഗറ്റീവ്. എങ്ങനെ വരിക? ഇത് നെഗറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പോ മൈനസ് ഓഫ് മൈനസ് ഇവിടെ പ്ലസ് ആവും. ദാറ്റ് മീൻസ് ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച്. ഇത് നെഗറ്റീവ്, ഇത് പ്ലസ് ആയിട്ട് മാറി. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയിട്ട് മാറി. നൗ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇത് പ്ലസ് വരാം അല്ലെങ്കിൽ മൈനസ് വരാം. ഡെൽറ്റ ജി ക്യാൻ ബി പ്ലസ് ഓർ മൈനസ്. ഡെൽറ്റ ജി പ്ലസും വരാം മൈനസും വരാം. എപ്പോഴാണ് പ്ലസ് വരിക? എപ്പോഴാണ് മൈനസ് വരിക? എപ്പോഴാണ് പ്ലസ് വരിക? എപ്പോഴാണ് മൈനസ് വരിക? സോ ദർ ക്യാൻ ബി ടു കണ്ടീഷൻസ്. അവിടെ രണ്ട് കണ്ടീഷൻസ് വരാം. ഡെൽറ്റ ജി പ്ലസ് വരാം, ഡെൽറ്റ ജി മൈനസ് വരാം. ഡെൽറ്റ ജി ക്യാൻ ബി പ്ലസ് ഓർ മൈനസ്. എപ്പോഴാണ് ഡെൽറ്റ ജി പ്ലസ് വരിക? എപ്പോഴാണ് ഡെൽറ്റ ജി പ്ലസ് വരിക? നോക്കൂ. when this value is greater, delta g will be plus. Delta g plus when delta h less than t delta s or t delta s greater. ഇത് ഹയർ വാല്യൂ വന്നാൽ, ഇത് ഹയർ വാല്യൂ, അതാണ് പോസിറ്റീവ്. ഇത് ഹയർ വാല്യൂ വന്നാൽ ഇത് പോസിറ്റീവ് ആവും. നേരെ മറിച്ചാണെങ്കിൽ ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദാൻ ടി ഡെൽറ്റ എസ് ഇങ്ങനെ വന്നാൽ നെഗറ്റീവ് ആവും. ഇതാണ് വലിയ വാല്യൂ വരുന്നതെന്ന് വിചാരിക്കാം. ഇഫ് ദിസ് ഈസ് എ ബിഗർ വാല്യൂ ഇറ്റ് വിൽ ബി മൈനസ്. ട്രൈ ടു അപ്ലൈ മാത്തമാറ്റിക്കലി. എക്സാക്ട്ലി അപ്ലൈ സിമ്പിൾ മാത്തമാറ്റിക്സ്. ഇത് വലുതാണെങ്കിൽ ഇത് പോസിറ്റീവ് ആവും, ഇത് വലുതാണെങ്കിൽ അത് നെഗറ്റീവ് ആവും. So delta G negative when delta H is greater or T delta S lower. Delta H positive when delta H is lower or T delta S greater. That means positive എന്ന് വെച്ചാൽ non spontaneous. It is non spontaneous at high temperature. It is non-spontaneous at high temperature. High temperature non-spontaneous ആയിരിക്കും. അതെന്താ സാർ അങ്ങനെ പറഞ്ഞത്? സിമ്പിൾ. ടെമ്പറേച്ചർ ഹൈ ആയാൽ
ഈ വാല്യൂ ഹൈ ആവും. ഈ വാല്യൂ ഹൈ ആയാൽ പോസിറ്റീവ് ആവും, നോൺ സ്പോണ്ടേനിയസ് ആയി. And what about spontaneity? Minus വന്നാൽ spontaneous. It is spontaneous. It is spontaneous at a low temperature. It is spontaneous at a low temperature. അപ്പോൾ ലോ ടെമ്പറേച്ചറിൽ സ്പോണ്ടേനിയസ് ആയിരിക്കും, ഹൈ ടെമ്പറേച്ചറിൽ നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. I repeat, ടെമ്പറേച്ചർ കൂടിയാൽ ഈ വാല്യൂ കൂടും, ഈ വാല്യൂ പോസിറ്റീവ് ആണ്. ഈ വാല്യൂ കൂടിയാൽ ഇത് പോസിറ്റീവ് ആവും, നോൺ സ്പോണ്ടേനിയസ് ആവും. ലോ ടെമ്പറേച്ചറിൽ ഈ വാല്യൂ കുറയും, അപ്പൊ ഇതായിരിക്കും കൂടുതൽ വരിക. അപ്പോൾ ഡെൽറ്റ ജി നെഗറ്റീവ് ആവും, സ്പോണ്ടേനിയസ് ആവും. ഉദാഹരണമായിട്ട് ഫ്രീസിംഗ് ഓഫ് വാട്ടർ ടു ഗെറ്റ് ഐസ്. Freezing of water to get ice. It is spontaneous in Himalayas and is non-spontaneous at our room temperature. നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ വെള്ളം ഫ്രീസ് ചെയ്ത് ഐസ് ആകുന്നത് നോൺ സ്പോണ്ടേനിയസ് ആണ്. പക്ഷെ അത് കോൾഡ് റീജിയനിൽ അത് സ്പോണ്ടേനിയസ് ആണ്. അല്ലേ? നിങ്ങളൊന്ന് ചിന്തിക്കുക. ഒരു ഹിമാലയൻ റീജിയനിലൊക്കെ വെള്ളം തണുത്ത് ഉറഞ്ഞ് ഐസായിട്ട് മാറുന്നു. എന്താ കാരണം? അവിടുത്തെ അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചർ -°C സാധാരണ ഒരു കാർഗിൽ മേഖലയിൽ പോകുമ്പോൾ തന്നെ -40, 50, 60 മൈനസിൽ കിട്ടും. -40, 50°C ഒക്കെ വരുന്ന സ്ഥലങ്ങള് നമ്മുടെ പട്ടാളക്കാര് ജോലി എടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. മറ്റേ ഗുഹ പോലെ ഐസിന്റെ ഇത് വെട്ടിയുണ്ടാക്കി അവിടെ പ്രത്യേകം ഡ്രസ്സൊക്കെ ഇട്ട്. ഇനി ഹിമാലയൻ യാത്രയ്ക്ക് പോകുന്ന ആൾക്കാർ പ്രത്യേകം ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. സാധാരണ ഈ നമ്മുടെ വേഷവിധാനങ്ങളോട് കൂടി യാത്ര ചെയ്യാൻ പറ്റില്ല, കാരണം സ്നോ ബേൺ ഉണ്ടാവും. കാരണം അവിടെ ഐസാണ്, വെള്ളം തണുത്തുറഞ്ഞ ഐസായിട്ട് മാറുകയാണ്. എന്താ അവിടെ സംഭവിക്കുന്നത്? എൻവയറമെന്റൽ ടെമ്പറേച്ചർ നെഗറ്റീവ് ആണ്. ലോ ടെമ്പറേച്ചറിൽ the freezing of water is spontaneous. നമ്മുടെ റൂമില് പാത്രത്തിൽ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഐസായിട്ട് മാറുമോ? നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ഇപ്പം ഇരിക്കുന്ന ആ റൂമിൽ ഒരു ഗ്ലാസ്സിൽ വെള്ളം കൊണ്ടുവന്ന് വെച്ചാൽ അത് ഐസായിട്ട് മാറുമോ? മാറില്ല. ഇറ്റ് ഈസ് നോൺ സ്പോണ്ടേനിയസ്. Freezing of water is non-spontaneous above 0° and spontaneous below 0°, and it is equilibrium at 0°. വെള്ളം തണുത്തുറഞ്ഞ് ഫ്രീസ് ചെയ്യുന്ന ഐസായിട്ട് മാറുന്ന പ്രക്രിയ, അതിനെ നമുക്ക് 0° വെച്ച് പറയാം. 0ന്റെ താഴെ ഐസായിട്ട് മാറും, 0ന്റെ മേളില് ഐസായിട്ട് മാറില്ല. So freezing of water is spontaneous below 0°, low temperature, non-spontaneous above 0°, high temperature. മക്കളെ അത് ക്ലിയർ ആണോടാ? Is that clear? കത്തിയോ? എങ്കിൽ നമുക്ക് അടുത്ത കണ്ടീഷനിലേക്ക് പോവാം. സമയമായിട്ടില്ല, ഏതാനും മിനിറ്റുകൾ കൂടിയുണ്ട്. മൂന്നാമത്തെ കണ്ടീഷൻ നമുക്ക് ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പൊ ഇത് പോസിറ്റീവായി, ഇത് നെഗറ്റീവ് ആവുമ്പോൾ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയി. ദാറ്റ് ഈസ് ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് പ്ലസ് ഡെൽറ്റ എസ്. ഇതും പോസിറ്റീവ് ആണ്, ഇതും പോസിറ്റീവ് ആണ്. ഡെൽറ്റ ജി ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഡെൽറ്റ ജി ഈസ് ഓൾവേസ്
positive and the reaction is always non-spontaneous. ഇത്തരം ഒരു റിയാക്ഷൻ എല്ലായ്പ്പോഴും നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഇതിന്റെ ഓപ്പോസിറ്റ് ആണിത്. മോസ്റ്റ് ഫേവറബിൾ കണ്ടീഷൻ ഫോർ എ റിയാക്ഷൻ ടു ബി സ്പോണ്ടേനിയസ്, exothermic entropy increases. The most unfavorable condition for a reaction to be spontaneous. നേരെ ഓപ്പോസിറ്റ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. exothermic entropy increases, always spontaneous. Endothermic entropy decreases, always non-spontaneous. I think it is clear. ഇനി നാലാമത്തേത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. രണ്ടാമത്തേതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നാലാമത്തേത്. രണ്ടാമത്തേതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നാലാമത്തേത്. ഇതിന്റെ ഓപ്പോസിറ്റ് ഇറ്റ് ഈസ് പോസിറ്റീവ്. നിങ്ങൾ ചെയ്തു നോക്കിയാൽ മതി. ഇറ്റ് ഈസ് പോസിറ്റീവ് വെൻ ഡെൽറ്റ എച്ച് ലെസ് ദാൻ ടി ഡെൽറ്റ എസ് അല്ലേ? നേരെ തിരിച്ച് ഡെൽറ്റ എച്ച് മോർ ദാൻ ടി ഡെൽറ്റ എസ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോൺ സ്പോണ്ടേനിയസ്. At it is non-spontaneous at low temperature അല്ലെ? നോൺ സ്പോണ്ടേനിയസ് അറ്റ് ലോ ടെമ്പറേച്ചർ. എല്ലാം ഓപ്പോസിറ്റ്, എല്ലാം ഓപ്പോസിറ്റ്. ഇവിടെ പറഞ്ഞത് എല്ലാം ഓപ്പോസിറ്റ്. ആൻഡ് നെഗറ്റീവ് when delta H less than T delta S. Delta H less than T delta S. That is spontaneous at ഇവിടെ ലോ ടെമ്പറേച്ചർ അല്ലേ? ഹൈ ടെമ്പറേച്ചർ. എല്ലാം ഓപ്പോസിറ്റ് പറയാം, ജസ്റ്റ് ഓപ്പോസിറ്റ്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇത്, ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇത്, വൈൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇത്. It's as simple as that. സർ, അപ്പോൾ ടെമ്പറേച്ചർ 0 ഡിഗ്രി ആണെങ്കിൽ വാട്ടറും ഐസും ഉണ്ടാവില്ലേ? ദാറ്റ് ഈസ് കോൾഡ് ഇക്വിലിബ്രിയം. അപ്പൊ ഡെൽറ്റ ജി 0 ആവും. അപ്പൊ ഡെൽറ്റ ജി 0 ആവും. ദാറ്റ് ഈസ് ഇക്വിലിബ്രിയം. ആദിത്യൻ, മക്കളെ ഇത് ക്ലിയർ ആയോടാ? ഇത് ക്ലിയർ ആയോ? ഇത്തരം ഒരു പ്രഡിക്ഷൻ, യെസ്, ഇത്തരം ഒരു പ്രഡിക്ഷൻ അത് ലാബോറട്ടറിയിൽ മാത്രമല്ല, തെർമോഡൈനമിക്സിന്റെ ലബോറട്ടറിയിൽ മാത്രമല്ല, ഇൻഡസ്ട്രിയലി ഒരുപാട് അപ്ലിക്കേഷൻസ് ഉള്ള ഒരാശയമാണ് ഇപ്പോൾ പറഞ്ഞത്. ഒരുപക്ഷെ നമ്മൾ ഈ പഠിച്ച ചാപ്റ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് നമ്മൾ ഇന്ന് ലാസ്റ്റ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ചാപ്റ്റർ കഴിഞ്ഞിട്ടില്ല. ചാപ്റ്ററിൽ കുഞ്ഞു കുഞ്ഞു 1-2 കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. അത് ഞാൻ നാളെ പറഞ്ഞ്, ഇറ്റ് വോണ്ട് ടേക്ക് മച്ച് ടൈം, പ്രോബബ്ലി 5 മിനിറ്റ് 10 മിനിറ്റ് അത്രേ ആവശ്യമുള്ളൂ. അപ്പൊ അത് നാളെ പറഞ്ഞ് ആ ചാപ്റ്റർ അവസാനിപ്പിക്കും. പുതിയ ചാപ്റ്ററിലേക്ക് നാളെ നമ്മൾ കടക്കുന്നതായിരിക്കും കേട്ടോ. യെസ്, നിർത്തിയാലോ? സമയമായി, നിർത്താം. യെസ്, എല്ലാവരും നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് പഠിക്കണം കേട്ടോ. നാളെ നമുക്ക് ഈ ചാപ്റ്ററിന്റെ അവസാന 1-2 പോയിന്റ്സും with a new chapter. We'll meet tomorrow. Till then, bye. See you. Good night. Bye.